ഹരിച്ചേട്ടൻ വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പോ ഇന്റർവ്യൂവിനാണ് ഹരിച്ചേട്ടനെ ക്ഷണിച്ച് വരുത്തി ഇവിടെ ഇരുത്തിയേക്കുന്നതെന്ന്. ശരിക്കും എൻ്റെ ഒരു കാര്യമാണ് ഹരിച്ചേട്ടൻ ഇന്ന് ഇവിടെ ഇരിക്കാനായിട്ടുള്ള എൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ. കാരണം ഈ വ്യാഴം 8 സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട്. ഇപ്പോ ജൂൺ 2 ഇവൻ തിരിഞ്ഞ് നേരെ പോകാൻ പോകുന്നൊക്കെ കേൾക്കുന്നു. ജൂൺ 1 വൈകിട്ടാണ്. വൈകുന്നേരം തന്നെ. അപ്പൊ അഷ്ടമവ്യാഴം നല്ല മോശം സമയമാണ്. അതിന്റെ പദ്യത്തിൽ തന്നെ സർവപ്രണാശോ വിപദോ അപവാദോ ഹേതുപ്രദേശോ മരണസ്യദാസ എന്നൊക്കെ പറഞ്ഞൊരു പദ്യമുണ്ട്. എല്ലാം നാശമായി പോവുക, അപവാദങ്ങൾ കേൾക്കുക, മരിക്കണം എന്ന് തോന്നുന്ന രീതിയിൽ പോവുക. അത് ഈ പൊതുവില് ഞാൻ ഒത്തിരി ആളുകളുടെ ഈ ഒരു പർട്ടിക്കുലർ ടൈം ഉണ്ടല്ലോ, അത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ടൈമാണ്. ഒരു ടൈം. അതുപോലെയാണ് ഈ ജന്മശനി എന്ന് പറഞ്ഞ സമയം. എനിക്കൊക്കെ ഉള്ള ഒരു ടൈം അത് ഭയങ്കര മോശമാണ്. പക്ഷെ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ അടുത്ത വർഷമാണ് മാറുന്നത്. എങ്കിലും ഈ വ്യാഴമാറ്റം ഞങ്ങൾക്കും കുറച്ച് നല്ലതാണ് ജ്യോതിഷ നിയമം അനുസരിച്ച്. ഇത് വിശ്വാസം ഇല്ലാത്തവർക്ക് പ്രശ്നം ഇല്ല, അവര് ശ്രദ്ധിക്കേണ്ട കാര്യം. വിശ്വാസമില്ലാത്തവർ കാണണം, വായിച്ചു കളഞ്ഞേരും. പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടൈമിൽ നമ്മൾ കുറെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകേണ്ട ടൈമാണ്. ഒരു സമാനമായ ഒരു ടൈമാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഈ ജന്മ ശനിയും അഷ്ടമവ്യാഴവും ഒക്കെ പിന്നെ ഓരോരുത്തരുടെ ജാതക പ്രകാരം വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും പൊതുവിൽ ജീവിതത്തിലെ ഏറ്റവും മോശമായ പീരീഡിൽ ആയിരുന്നു. അതിപ്പോ മാറുകയാണ്. ഈ ജൂൺ 1 രാത്രി അല്ലേ? ഞാനൊക്കെ ഭയങ്കര പ്രതിസന്ധികളിലൂടെ ടെൻഷനിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു പോകുമായിരുന്നു. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തുകൂടെ ഇങ്ങനെ വന്നിട്ട് തലോടി അങ്ങ് പോവും. പക്ഷെ വലുതായിട്ട് ഇതുവരെ എഫക്ട് ചെയ്തില്ല. എനിക്ക് ഒരു വർഷം കൂടെ ഉണ്ട്. ഒരു വർഷം കൂടെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. വൃശ്ചികക്കൂറുകാർക്കും അങ്ങനെ തന്നെയായിരുന്നു. ജോലി പോയോ? അയ്യോ, ഞാൻ അനുഭവിക്കാറുണ്ട്. മുടിഞ്ചു പോലെ ഇവിടെ ഒന്നും ഇല്ലാതൊക്കെ പറയില്ല, ആ അവസ്ഥയാണ്. അപ്പൊ ഈ ഒരു ഏതൊക്കെ രാശിക്കാർക്കായിരിക്കും അപ്പൊ ഈ ജൂൺ 2 മുതൽ നല്ല കാലം വരുന്നത്? അല്ല, അങ്ങനെ ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഓരോ ഹൊറോസ്കോപ്പ് വെച്ചിട്ട് ഓരോ രീതിയിലാണ് വ്യാഴമാറ്റം. ചിലർക്ക് നമ്മൾ മോശം എന്ന് പറഞ്ഞാൽ അവരുടെ ജാതകത്തിൽ വ്യാഴം നല്ലതാണെങ്കിലോ അങ്ങനെയൊക്കെ വരും. ജനറലി പിന്നെ നമ്മളിപ്പോ ഈ മോശമാകാൻ പോകുന്നവർ ശ്രദ്ധിക്കുക എന്നാണ്. ഇപ്പൊ ചിങ്ങക്കൂറുകാർക്ക് കുറച്ച് മോശമാകാൻ സാധ്യതയുണ്ട്. അതായത് മകം, പൂരം, ഉത്രത്തില്. അതെന്ത് മോശം എന്ന് വെച്ചാൽ പൈസ ചെലവ് ഭയങ്കരമായിട്ട് ഉണ്ടാകുക, അപ്രതീക്ഷിതമായി. അപ്പം എന്തെങ്കിലും അവർ കുറച്ച് ചെലവുകൾ നിയന്ത്രിക്കുക, ആവശ്യമില്ലാതെ പൈസ മുടക്കാതിരിക്കുക, എല്ലാത്തിനും ഒരു രേഖാപരമായി പണം മുടക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതാണല്ലോ പറയുന്നത്. ഇപ്പം അഷ്ടമവ്യാഴം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്തിൽ ഇടപെടുമ്പോഴും ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത ചില രീതിയിലൊക്കെ കാര്യങ്ങൾ ട്വിസ്റ്റ് ആയിട്ട് വരാം. ഇപ്പൊ എനിക്കും അങ്ങനെയാണ്. അപവാദം കേൾക്കാനുള്ള സാധ്യതകൾ അതെ വരും. അഷ്ടമവ്യാഴത്തിലുണ്ട്, ജന്മശനിയിലുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സമയം ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചോണം. ചില കാര്യങ്ങളിൽ നമ്മൾ ഇപ്പോൾ ചിലപ്പോൾ ഒരു സോറി പറഞ്ഞാൽ തീരുന്ന ചില കാര്യങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് സോറി പറഞ്ഞേക്കണം. ഇതിനെ പിന്നൊരവസരത്തിലേക്ക് മാറ്റിയാൽ അത് നമ്മളെ കൊണ്ട് പിന്നെ പോകത്തുള്ളൂ. അപ്പം അത്തരം കാര്യങ്ങളൊന്ന് കുറച്ച് ശ്രദ്ധിക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്ത്, അവന് ഇതുപോലെ എൻ്റെ പോലത്തെ ഒരു സമയമുള്ള ആളാണ്. സംഭവം ഇവന് പണ്ട് കോളേജിൽ പഠിക്കുമ്പം ഒരു പ്രണയം ഉണ്ടായിരുന്നു. അത് ആ പ്രണയത്തിൽ ഇവങ്ങനെ അന്നത്തെ പ്രണയമാണ്. ഇപ്പം എൻ്റെയൊക്കെ ഒരു പ്രായത്തിലെ പ്രണയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പെൺകുട്ടികളുടെ കയ്യിൽ പോലും ചിലപ്പോൾ തൊടത്തില്ല. അത് പേടിയാണ്, സമൂഹത്തെ പേടിയാണ്, നാട്ടുകാരെ പേടിയാണ്, അച്ഛനെ അമ്മ പേടിയാണ്, എല്ലാവരും പേടിയാണ്. അപ്പം ഇവൻ കയ്യിൽ പോലും തൊട്ടിട്ടുമില്ല. പക്ഷെ പിന്നീട് ഈ കോളേജ് കാലമൊക്കെ കഴിഞ്ഞിട്ട് ഇവൻ അവൻ്റെ വഴിക്ക് പോയി, ആ കുട്ടിയുടെ വഴിക്ക് പോയി, ആ പ്രണയം അതെല്ലാം കഴിഞ്ഞ് അവർ പോയി. ഇവർ രണ്ടുപേരും പിന്നെ രണ്ട് രീതിയിൽ ജീവിച്ചു. രണ്ട് വിവാഹം കഴിച്ച് പോയി കഴിഞ്ഞപ്പം ഈ വർഷങ്ങൾക്കിപ്പുറം ഇവൻ കുറച്ചൊരു അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചു പോകുമ്പോഴാണ് ആരോടോ ഈ കുട്ടിയോട് ചേർന്ന ആളോ ഇന്ന ആള് ഇവൻ മറ്റേ പെണ്ണുമായിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നു എന്ന് പറഞ്ഞത് ആരോ ഒരാൾ റെക്കോർഡ് ചെയ്തു. അപ്പൊ ഇവന്റെ പേരെന്ന് വെച്ചാൽ അറിയപ്പെടുന്ന പേരാണ്. ഇതെടുത്തിട്ട് ഏതോ ഈ ഓൺലൈൻ നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊടുത്തിട്ട് അവരിതാ നിങ്ങളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊരു അപകടകരമായ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ പണ്ടെന്നുള്ളത് കട്ട് ചെയ്ത് ഇത് ഇട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും? ഇതിപ്പോഴാണെന്ന് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് വരും. വന്നാൽ എന്ത് സംഭവിക്കും? ഇതിന്റെ യാഥാർത്ഥ്യം ആരും തിരിച്ചറിയാൻ ശ്രമിക്കത്തില്ല. ഞങ്ങൾ മുമ്പൊരു ഇന്റർവ്യൂല് നമ്മുടെ രമ്യയോട് ഇത് തന്നെ പറഞ്ഞാണ് കേട്ടോ. ഇതിന്റെ യാഥാർത്ഥ്യം ആരും നോക്കത്തില്ല. വെറുതെ ഒരു പ്രപഞ്ചത്തിലേക്ക് ഒരു സാധനം അടിച്ചിട്ടാൽ പിന്നെ വെറുതെ പോക്കറ്റ് അടിക്കാരനെ ബസ് സ്റ്റാൻഡിൽ വെച്ച് പിടിക്കും. പണ്ട് പിടിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം ബസ്സിൽ ഇങ്ങനെ കൊച്ചിക്ക് വരുമ്പോൾ കണ്ടാണ് ഈ ചെങ്ങന്നൂർ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് വർഷങ്ങൾക്ക് മുമ്പാ ഒരു പോക്കറ്റ് അടിക്കാരനാണെന്ന് പറഞ്ഞ ഒരാളെ പിടിച്ചു. വരുന്നവർ ഇയാളെ അടിച്ചിട്ട് പോകും. ഒരു ബാഗ് കൊണ്ട് വന്നിട്ടേ അവിടെ വെച്ചിട്ട് അടിച്ചിട്ടാണ് ചോദിക്കുന്നത് എന്ത് സംഭവം പുള്ളി എന്തിനാ അടിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ പിന്നെ വരുന്നവർ അടിച്ചിട്ട് പോകും. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ
ചിലപ്പോൾ ഈ വീഡിയോ ഓഡിയോ കിട്ടിയ ആളോട് ഒരു സോറി പറഞ്ഞാൽ അവിടെ തീർന്ന് മാപ്പ് പറഞ്ഞാൽ പോകുമെന്നുണ്ടെങ്കിൽ അങ്ങനെ മാപ്പ് പറഞ്ഞാൽ വിട്ടേക്കണം. സമയമോശമുള്ള സമയത്ത് ഇതൊക്കെയാണ് നമുക്ക് പറ്റുന്നത്. റെമഡീസ് ഇതാണ് നമ്മുടെ സമയം മോശമാണെന്ന് അറിഞ്ഞു മിണ്ടാണ്ടിരിക്കുക, മൗനവ്രതം അടിക്കുക, പിന്നെ വെറുതെ ഒന്നിനും മറുപടികൾ കൊടുക്കാൻ പോവാതെ. പിന്നെ ചിലരിത് ഹരമാക്കുന്ന ആളുകളുണ്ട്, അവർക്ക് ഇതൊരു എനർജിയാണ്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യാം, അങ്ങോട്ട് കയറി ആക്രമിക്കാം, തിരിച്ച് മേടിക്കാം, ആക്രമിക്കാം. പക്ഷെ എന്നെയൊക്കെ സംബന്ധിച്ച് എനിക്കിതൊക്കെ ഒരു ഭയമുള്ള കൂട്ടത്തിൽ, എന്ന് വെച്ചാൽ വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുക അങ്ങനത്തെ ഉള്ളത്. അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും അത് ഹരിച്ചേട്ടൻ എനിക്ക് തോന്നുന്നു ജ്യോതിഷി ആയതുകൊണ്ട് പിന്നെ വെച്ചാൽ ഇതിനകത്തൊരു വേറൊരു വലിയ പ്രശ്നമുണ്ട്. ഈ ശരിക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ അപവാദം എന്താണെന്നറിയോ? എന്താണ് ജീവിതത്തിലെ ഏറ്റവും നിങ്ങൾ കാണുന്ന, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഏറ്റവും വലിയ അപവാദം എന്താണ്? നമ്മൾ ചെയ്യാത്തൊരു കുറ്റത്തിന് പേര് കേൾക്കാന്നൊക്കെ. പക്ഷെ അതൊന്നും അല്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ അപവാദം എന്ന് പറയുന്നത് നമ്മൾ നല്ലവനാണെന്നും സത്യസന്ധനാണെന്നും പൈസ ആരുടെ കയ്യിൽ നിന്ന് ആവശ്യമില്ലാത്ത മേടിക്കാത്തവനാണെന്നും മാന്യമായി സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്നവനും ആണെന്ന് കേൾക്കുന്ന. കാരണം എന്താണെന്നറിയോ, ഇത് കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ പിന്നെ എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട്. വല്ലാത്തൊരു അവസ്ഥയാണത്. എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ആകണം എന്ന് ഒരു പൊതുസമൂഹം നമ്മളുടെ മുകളിലേക്ക് ആരോപിക്കുകയാണ്. ഇതിന്റെ അപകടം നമുക്ക് നമ്മളായി ജീവിക്കാൻ പറ്റത്തില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് നിങ്ങൾ ഇങ്ങനെ ആകണം. എനിക്കൊരു ഷാപ്പിൽ കയറി ഫുഡ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആളാണ്. പക്ഷെ എനിക്കൊരു തൊപ്പിയും വെച്ച് മറ്റേ പൊട്ടക്കണ്ണാടിയും വെക്കാതെ കയറാൻ എന്തുകൊണ്ടോ എൻ്റെ മനസ്സ് അനുവദിക്കത്തില്ല. കാരണം എന്തോന്നും ഞാൻ അങ്ങനെ കയറാൻ പാടില്ല എന്ന് ചിലപ്പോൾ കുറേ ആളുകൾ ചിന്തിക്കുന്നുണ്ടാവാം. ഞാൻ ഇടയ്ക്ക് ഖത്തറിൽ പോയപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇവിടെ വലിയൊരു ബാറുണ്ട്, അവിടെ പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ബാറിൽ ഞാൻ വരുന്നില്ല. പറഞ്ഞാൽ ഇല്ലെന്ന്, അവിടെ പ്രശ്നമൊന്നുമില്ല, മലയാളികളൊന്നും വരത്തില്ല, എല്ലാം അറബ്സും ഇംഗ്ലീഷുകാരും ഒക്കെയാണ്, ഇത്തിരി കോസ്റ്റ്ലിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, അവിടെ CCTVയുടെ പുറകിലെങ്കിലും ഒരു മലയാളി ഉണ്ടാവും, ചിലപ്പോൾ ഇവരൊരു ക്യൂരിയോസിറ്റിയിൽ ഒരു പടം എടുത്തോ വീഡിയോ എടുത്തോ വയ്ക്കും. എന്നെങ്കിലും ഇവന്റെ ഫോൺ നന്നാക്കാൻ കൊടുക്കുമ്പോഴാണെങ്കിലും ഇത് ആറിലേക്ക് കിട്ടിയാൽ പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ഇങ്ങനാണെന്ന് ഒരു സമൂഹം വിലയിരുത്തി വെക്കുന്നത് ഏറ്റവും വലിയ അപവാദമാണ് കുഞ്ഞ്. അതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന പ്രശ്നം, എനിക്ക് ആരോടും പൈസ ചോദിച്ച് മേടിക്കാൻ പറ്റത്തില്ല. എനിക്കിപ്പോൾ ഇന്ന് ഇത്തിരി പൈസ എന്നാൽ ഇപ്പം മന്ത്രവാദം ചെയ്യുന്ന, ദുർമന്ത്രവാദം അല്ലെങ്കിൽ ഹോമം ചെയ്യുന്ന ആളുകളിലേക്ക് ഒരാളെ റെഫർ ചെയ്ത് കൊടുത്താൽ എനിക്ക് പൈസ കിട്ടും. ഞാൻ എന്തിനാണ് ഈ പൈസ ഇല്ലാതെ ജീവിക്കുന്നത്? റെഫർ ചെയ്ത് കൊടുക്കാന്ന് വെച്ചാൽ ഓൾറെഡി ഇതല്ല ആളുകളുടെ മുമ്പിൽ ഒരു സാധനം ഉണ്ടാക്കി വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മളല്ലാതായി ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് ഇത്തിരി പേരുദോഷം കേൾപ്പിച്ച്, ഇച്ചിരി തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്തി, ഇത്തിരി കുഴപ്പമൊക്കെ കാണിച്ച് ജീവിച്ചാൽ നമ്മളിൽ നിന്ന് ആളുകളൊന്നും വലുതായിട്ട് പ്രതീക്ഷിക്കത്തില്ല. എത്ര രസമാണ് ജീവിതം. അപ്പൊ ഈ വ്യാഴം 8 വരുമ്പോഴത്തേക്കും കുറച്ച് പേരുദോഷം കേട്ടാലും കുഴപ്പമില്ല, പിന്നെ ഒരു റൈസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അല്ല, പക്ഷെ എന്താ വെച്ചാൽ ഈ ഓൾറെഡി ഞാൻ പറയില്ല, മനുഷ്യൻ ഒരു നെഗറ്റീവ് സാധനം മനസ്സിൽ ഫ്രെയിം ചെയ്താൽ പിന്നീട് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. പിന്നെ നമുക്ക് പബ്ലിക്കലി ഒന്നും പ്രതികരിക്കാൻ പറ്റത്തില്ല. പിന്നെ മൊത്തം ഇത് വരും, ഒരാൾക്കെതിരെ പറയാൻ പറ്റത്തില്ല, പിന്നെ മൊത്തം ഇത് വരും. ഇന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും ഈ ആളുകൾ ഈ സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിൽ പ്രത്യേകിച്ച് അറ്റാക്കിംഗ് മോഡാണല്ലോ മൊത്തം ആളുകൾ. പക്ഷെ ഒത്തിരി ജീവിതങ്ങളും അതുകൊണ്ട് തകരുന്നുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇവിടെ ഈ മറ്റേ ജേർണലിസ്റ്റ് യൂണിയൻ്റെ ഒരു മീറ്റിങ്ങിൽ ഞാൻ പോയി സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പം ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഭവം, ഇപ്പം മോളാണെങ്കിലും ആരാണെങ്കിലും നമുക്ക് സ്ക്രീനിങ് ഇല്ല. ഇപ്പം ഏഷ്യാനെറ്റിന് ഒരു വാർത്ത പോകണമെങ്കിൽ ആ റിപ്പോർട്ടർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ വാർത്ത ചെയ്യാൻ പറ്റില്ല. അതിന് മേളിലൊരു സ്ക്രീനിങ്, എഡിറ്റോറിയൽ ഉണ്ട്, അവർ കാണും. പത്രങ്ങളിൽ ഭയങ്കരമായിട്ട് സ്ക്രീൻ ചെയ്യും, എഡിറ്റോറിയൽ ഉണ്ട്. പക്ഷെ സോഷ്യൽ മീഡിയയ്ക്ക് ആ ഒരു പോളിസി ഇല്ല. പണ്ട് പത്രക്കാരെ ആരും വിമർശിക്കത്തില്ലായിരുന്നു. ഞാൻ മാധ്യമപ്രവർത്തകനായിരുന്നു ബേസിക്കലി പണ്ട്. അന്ന് ഞാൻ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ലീഡേഴ്സൊക്കെ ഭയങ്കര ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ട് കാണുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നീട് ഇത് മാറി. അതെന്ന് വെച്ചാൽ പത്രപ്രവർത്തകർക്ക് കൊണ്ടായ ഒരു അഹങ്കാരത്തിന്റെ, ഞങ്ങള് വല്ലാൻ തികഞ്ഞവരാണ്, എന്തും പറയാം എന്ന ചിന്തയുണ്ടായിട്ടാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ പത്രപ്രവർത്തകരെ ചീത്ത വിളിക്കും പൊളിറ്റിക്കൽ ലീഡേഴ്സ്. പണ്ടത് ചെയ്യത്തില്ല. സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. ഇത് ചിലപ്പോൾ നാളെ ഈ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സിനെതിരെയും വരാം. അപ്പം നമ്മൾ തന്നെ ഒരു കൺട്രോൾ വെക്കണം. കാരണം നമ്മുടെ ഒരു വാക്ക് പുറത്തോട്ട് വിടുമ്പം ചിലപ്പോൾ ഇതങ്ങ് സ്പ്രെഡ് ആവുമ്പം ഇത് ചെയ്യാത്ത ഒരാളായിരിക്കും ഇതിൻ്റെ പേരിൽ പ്രതിയാക്കപ്പെടുന്നത്. ഇത് തിരിച്ചു പറഞ്ഞാൽ ആരും കേൾക്കത്തില്ല, കേൾക്കാൻ നിൽക്കത്തില്ല. കാരണം ഓൾറെഡി നമ്മുടെ പേരിൽ ഇങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞു. ഞാൻ പ്രസംഗിച്ചാണ് എൻ്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്കി ഇതേ വാക്ക്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ ഒരാൾക്കെതിരെ ഒരു ആക്രമണം നടത്തുമ്പോൾ, ഒരു കാര്യം പറയുമ്പോൾ അത് ജെനുവിൻ ആണോ എന്ന് നോക്കി പറയണം. കാരണം അത് കേൾക്കുന്നതിൽ അവരുടെ അച്ഛനുണ്ടാകും, അവരുടെ അമ്മയുണ്ടാകും, അവരുടെ ഭാര്യ ഉണ്ടാകും, അവരുടെ മക്കളുണ്ടാകും. ഒരു മക്കൾ, എനിക്കെതിരെ ഒരു കാര്യം പറഞ്ഞാൽ, എൻ്റെ മകള് 10ാം ക്ലാസ്സിൽ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്, അവൾക്ക് അത് എത്രമാത്രം മാനസികമായിട്ടായിരിക്കും എഫക്റ്റ് ചെയ്യുന്നത്. നമ്മളൊരു തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ അത് ഓക്കെയാണ്. അതല്ലാതെ പറയുമ്പോൾ അത് അവരെ എത്ര മെന്റലി ഭയങ്കരമായിട്ട് ഹർട്ടാക്കില്ലേ. അപ്പോൾ അത് ഒരു കുടുംബത്തിൽ ഒരു അച്ഛൻ ഒരു മകനെ പറ്റി പറയുമ്പോൾ കേൾക്കുന്ന ഒരു അച്ഛൻ്റെ മാനസികാവസ്ഥ, ഒരു അമ്മയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? സത്യമാണെങ്കിൽ പറയണം.
സത്യമാണെന്ന് 100% ഉറപ്പാക്കിയിട്ടേ പറയാവൂ. 99% ഉറപ്പാക്കിയാലും അപ്പുറത്ത് 1% ശരിയാണോ അല്ലയോ അല്ല, അറ്റ്ലീസ്റ്റ് മിണ്ടാതെങ്കിലും ഇരിക്കാലോ, ഇവർക്കൊന്നും പറയാതെ. സത്യം അല്ലെങ്കിൽ എന്താണ് അറിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. അങ്ങനെ ഞാനതിപ്പം ഫേസ്ബുക്കിൽ നോക്കിയാൽ ഞാനിപ്പം 1 മാസം മുമ്പാ ജേർണലിസ്റ്റുകളുടെ മീറ്റിംഗ് ഞാൻ പറഞ്ഞു, നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇപ്പം നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല, പക്ഷെ നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു സ്വമേധയാ ഒരു കൺട്രോൾ. തെറ്റ് ചെയ്തെങ്കിൽ 100% പറയണം. 1% തെറ്റ് ചെയ്തില്ല എന്നൊരു തോന്നലുണ്ടായെങ്കിൽ ആ 1% ഒന്ന് ക്ലാരിഫൈ ചെയ്യുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ആദ്യം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ല, സത്യം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കാര്യം. കാരണം നശിച്ചാൽ പിന്നെ അവരുടെ ജീവിതം പോയി. അത് ചെയ്യാൻ പാടില്ല. ഒരു ബിസിനസ് സ്ഥാപനം എന്തെങ്കിലും ചിലപ്പോൾ കാര്യം വന്നാൽ നമ്മൾ എന്താണ് ക്ലാരിറ്റി എന്നറിയാതെ കൊടുത്താൽ അയാളുടെ ബിസിനസ്സാണ് അതിലൂടെ തകർന്നു പോകുന്നത്. നമുക്കൊരു ബിസിനസ് ഒരാളുടെ കെട്ടിപ്പടുത്ത് കൊടുക്കാൻ പറ്റില്ല. അവരുടെ കഷ്ടപ്പാടായിരിക്കും അവരുടെ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അവർ മനസ്സിലാക്കി പോകണം എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു വന്ന അഷ്ടമവ്യാഴമല്ലേ, എന്റെ പ്രശ്നം ഏതാ, കാട് കയറി അഷ്ടമവ്യാഴം മാറുകയാണ്, കുഴപ്പമില്ല കുഞ്ഞെ, കുറച്ച് നല്ല സമയത്തിലേക്ക് വരികയാണ്, എൻജോയ്. ഞാനും പ്രതീക്ഷിച്ചിരിക്കുക. സമ്പന്നരാവോ? ഈ സമ്പന്നരാകുക എന്ന് പറഞ്ഞാൽ അത് എവിടെ വരെ ആവാം? എന്താണ് സമ്പന്നതയിൽ ഉദ്ദേശിക്കുന്നത്? പറയുന്നത് അങ്ങനെയാണ്, വ്യാഴമാറ്റം എല്ലാവരെയും സമ്പന്നതയാണ്. അങ്ങനത്തെ കാര്യമൊന്നുമില്ല. ഈ പണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ആവശ്യത്തിന് പണം കിട്ടുക എന്നുള്ളതാണ്. വലിയ സമ്പത്ത് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാനാണ്? സമാധാനം ഇല്ലെങ്കിൽ സമ്പത്ത് കൊണ്ട് എന്താണ് ഗുണം? ഇവിടെ എന്താ പറയുക, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്ന പ്രശ്നങ്ങളെക്കാൾ ഭീകരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അപ്പുറത്ത് വേറെ ഉണ്ടാവും. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് മാത്രമേ നോക്കുന്നുള്ളൂ എന്നാണ്. മനസ്സിലായി? എനിക്ക് പൈസ ഇല്ല, എനിക്ക് ഭയങ്കര ചെറിയ കടമുണ്ട്, എനിക്കിത് വേണമെന്ന് പറയുമ്പോൾ എന്നേക്കാൾ എനിക്ക് വീടുണ്ട്, വീടില്ലാത്ത എത്ര ആളുകളുണ്ട്, എനിക്ക് മക്കളുണ്ട്, മക്കളില്ലാത്ത എത്ര ആളുകളുണ്ട്, എനിക്ക് എൻ്റെ അമ്മ കൂടെയുണ്ട്, അമ്മയില്ലാത്ത എത്ര ആളുകളുണ്ട്. അപ്പം ഇപ്പുറത്ത് നമ്മളെക്കാൾ വേദനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെയാണ് ഈ സമ്പത്തും. അത്യാവശ്യം ജീവിക്കാൻ കഴിയുക എന്നുള്ളത് നോക്കിയാൽ മതി. അല്ലാണ്ട് വ്യാഴം മാറിയാൽ ഉടനെ പൈസ കിട്ടുമെന്ന് വിചാരിക്കല്ലേ, വെറുതെയാണ്. ഹരിച്ചേട്ടന്റെ അടുത്തുനിന്ന് നമ്മൾ ജോത്സ്യത്തിന് വേണ്ടി വിളിച്ചു വരുത്തിയാൽ അവസാനിക്കുന്ന ഫിലോസഫിയിലായിരിക്കും. ഫിലോസഫി എന്നല്ല, ഇതിനെങ്ങനെയാ ഒരു വിഷയത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതിൻ്റെ ഒരു കാര്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇങ്ങോട്ട് വരുമ്പം ഒരു പെൺകുട്ടി എന്നെ വിളിച്ചിട്ട് പറയുന്നു, ചേട്ടാ ഒരു 2 മിനിറ്റ് ഒന്ന് സംസാരിക്കാൻ തരാമോ? ഞാൻ പറയും, ചേട്ടാ ഞങ്ങളൊരു വണ്ടി മേടിച്ചു, മറ്റേ ഇന്നോവയുടെ ഹൈബ്രിഡ് എന്നാണ് വണ്ടിയുടെ പേര്, മറ്റേ ബാറ്ററിയും അതുകൊണ്ട് അങ്ങനെ തന്നെയാണോ? അങ്ങനെ ഒരു വണ്ടി മേടിച്ചു. തെറ്റാണെങ്കിൽ തെറ്റ്, ശരിയാണെങ്കിൽ ശരി. എനിക്ക് ആ വണ്ടിയുടെ പേര് കറക്റ്റ് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ മാരുതിയുടെ വണ്ടിയെ ഉപയോഗിക്കത്തുള്ളൂ. അപ്പം അങ്ങനെ അത് മേടിച്ച് ഞങ്ങളുടെ വീട് കുറച്ച് ഉള്ളിലാണ്, എന്നുവെച്ചാൽ ടൗണിൽ നിന്ന് കുറേ ഉള്ളിലാണ്. മാത്രമല്ല ഞങ്ങൾ 1 ഏക്കർ വസ്തുവിനകത്തൊരു വീടാണ്, ഞങ്ങൾ അവിടെ താമസിക്കുന്നത്. ഒരു തനി ഗ്രാമപ്രദേശത്താണ് താമസിക്കുന്നത്. ഈ കുട്ടിയുടെ എനിക്കൊന്ന് ഹസ്ബൻഡ് എന്തോ ഗൾഫിലോ മറ്റോ ആണ്. ഈ കുട്ടി ഒരു വണ്ടി മേടിച്ചു, നല്ല അത്യാവശ്യം വിലയുള്ളൊരു വണ്ടിയാണ്. ആ വണ്ടി ഒരു ബുധനാഴ്ച മേടിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നു. വെള്ളിയാഴ്ച ഇവരുടെ അച്ഛന് ഈ പ്രഷർ കൂടിയിട്ട് ഇവിടെ ഒരു ചെറിയ വന്നിട്ട് പൊട്ടിയിട്ട് പെട്ടെന്ന് എന്തായാലും ഓക്കെ ആയി, റിക്കവറായി. അച്ഛൻ ആശുപത്രി കൊണ്ടുപോയി റിക്കവറായി എന്ന് പറഞ്ഞു. അപ്പം ആളുകൾ പറയുന്നു, ഈ വണ്ടി എടുത്തത് നിങ്ങൾ നോക്കാതെ എടുത്തത് കൊണ്ടായിരിക്കാം, ആ വണ്ടി നിങ്ങൾക്ക് വാഴുന്ന വണ്ടി ആയിരിക്കത്തില്ല. എന്ന് വെച്ചാൽ ഈ കമ്പനിയുടെ പർട്ടിക്കുലർ വണ്ടി നിങ്ങൾക്ക് വാഴുന്ന വണ്ടി ആയിരിക്കത്തില്ല, അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞ് നമ്മളെ വിഷമിപ്പിക്കുന്നു. അപ്പം ഞാനിത് മിണ്ടാണ്ട് കേൾക്കാണ്. എന്നിട്ട് ഈ കുട്ടി പറയാണ്, പക്ഷെ ചേട്ടാ ഞാൻ തിരിച്ചവരോട് പറഞ്ഞൊരു കാര്യം, ആ വണ്ടി ബുധനാഴ്ച ഞങ്ങൾ എടുത്തത് കൊണ്ട് ഇന്നും എൻ്റെ അച്ഛൻ ജീവനോടുണ്ട്. കാരണം ആ വണ്ടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റി. ഇല്ല, ഞങ്ങളൊരു വണ്ടി വിളിച്ചിട്ട് അത് വെയിറ്റ് ചെയ്തിരുന്നിട്ട് പിന്നീട് ആശുപത്രി കൊണ്ടുപോകുമെങ്കിൽ അച്ഛൻ്റെ കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇനി ഞാൻ എന്താണ് ഇതിന് മറുപടി തരേണ്ടത്? ആ കുട്ടിയുടെ ചിന്ത അങ്ങനെ റിവേഴ്സ് ഒന്ന് ചിന്തിക്കാൻ പറ്റിയാൽ നമ്മുടെ ജീവിതത്തിലെ നഷ്ടങ്ങളല്ല, അതിൽ ചിലപ്പോൾ ഇതിനേക്കാൾ വലിയ നഷ്ടം വരാനുള്ളതിനെ ഇപ്പോൾ കുറച്ചുകൂടി നഷ്ടത്തിൽ നിന്ന് നമുക്ക് മോചിതരാകാൻ കഴിഞ്ഞു. അല്ല, നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ സംഭവിക്കുന്നത് എല്ലാം നല്ലതിനാണെന്നൊക്കെ. അപ്പൊ അങ്ങനെ പറയുന്ന നമ്മളിൽ പോലും ഒരു മുജന്മ കർമ്മഫലം ഉള്ളത് കൊണ്ടായിരിക്കാം നമ്മൾ ഇങ്ങനെയൊക്കെ അനുഭവിക്കണം എന്നുള്ളൊരു തോന്നലൊക്കെ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ എത്രത്തോളം മുജന്മമൊക്കെ നമ്മുടെ ഹൈന്ദവ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ മുജ്ജന്മത്തിൽ ചെയ്ത ദോഷത്തിന്റെ ഫലമാണ് ഇപ്പം അനുഭവിക്കുന്നതെന്ന് പറയുന്നതിനോട് ഞാൻ അത്ര യോജിക്കുന്നില്ല. ഇപ്പോൾ ഓട്ടിസം കുട്ടികളുണ്ട്, അങ്ങനത്തെ ഒരുപാട് കുട്ടികൾ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ വളരെ വ്യാപകമായ രീതിയിൽ കുട്ടികളുണ്ട്. പക്ഷെ നമുക്കില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ആ മേഖലയിലേക്ക് ചിന്തിക്കാതെ. ഈ മെൻ്റലി റിട്ടാർഡ് ആയുള്ള ഒത്തിരി കുട്ടികൾ, മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ഒരുപാട് കുട്ടികൾ നമ്മളുടെ സമൂഹത്തിലുണ്ട്.
അവരോട് പലരും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത എന്തോ ദോഷത്തിന്റെ ഫലമാണ് എന്ന് പറഞ്ഞാൽ ദൈവം എന്നൊരാളില്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം നമ്മൾ അറിവില്ലാത്ത, നമ്മൾ എന്താണെന്ന് അറിയാത്ത, നമുക്ക് ഓർമ്മയില്ലാത്ത എന്നോ ഒരു ജന്മത്തിൽ ചെയ്ത ഫലം ഇന്നത്തെ ഈ ജന്മം നമ്മൾ ആസ്വദിക്കേണ്ട ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ദൈവമുണ്ടെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? അങ്ങനെ പറഞ്ഞ് ഈ പേരൻസിനെ വിഷമിപ്പിക്കുന്നവരുണ്ട്. ഈ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ, അല്ലെ ഓട്ടിസം ബാധിച്ചിട്ടുള്ള കുട്ടികളുടെ പേരൻസിനോട് ഇത് പറയുമ്പം ശരിക്കും അതെങ്ങനെയാണ്? ഒരു കുഞ്ഞ് അത് എന്ത് തെറ്റ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാകുക എന്നുള്ളൊരു കാര്യമില്ലേ? എൻ്റെ ഒരു തോന്നലിൽ നമ്മളിപ്പം നിങ്ങളോട് ഒരാളൊരു തെറ്റ് ചെയ്തെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തു, ഈ ജന്മത്തിൽ തന്നെ അവർക്ക് അതിനൊരു ചെറിയ തിരിച്ചടി എപ്പോഴെങ്കിലും കിട്ടിയിട്ടേ പോവൂ എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ ഇനി അടുത്ത ജന്മത്തിന് വേണ്ടി കാത്തിരുന്ന് അടുത്ത ജന്മത്തിൽ അയാൾക്ക് അത് കിട്ടിയിട്ട് എന്ത് കാര്യമാണ്? അയാൾക്ക് അത് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? അയാൾ വല്ല ഓർക്കുന്നോ? ഈ ജന്മത്തിൽ അയാൾക്കൊന്ന് റിഗ്രറ്റ് ചെയ്യണമെങ്കിൽ, അയാൾക്ക് ഇതിനൊരു പരിഹാരം എന്ന് വെച്ചാൽ ഞാൻ തെറ്റ് ചെയ്തു പോയി മാപ്പാക്കണമെങ്കിൽ പറയണമെങ്കിൽ അയാൾ ഈ ചെയ്ത തെറ്റിനെ അടുത്ത ജന്മത്തിലൊന്ന് ഓർക്കണ്ടേ? അപ്പൊ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇപ്പം ഈ ഇസ്ലാം മത വിശ്വാസികളുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, സ്വർഗം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. എല്ലാ വിശ്വാസത്തിലും ഉണ്ട് കേട്ടോ, ഹൈന്ദവ വിശ്വാസത്തിലുണ്ട്, ക്രിസ്ത്യാനിറ്റിയിലുണ്ട്. പക്ഷെ ഇസ്ലാം മത വിശ്വാസികളാണ് അത് കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്നതും പറയുന്നതും. അതിലെ മതപണ്ഡിതരൊക്കെ ഇതിനെപ്പറ്റി ഭയങ്കര വാദോരാതെ സംസാരിക്കും. അതിലെല്ലാ കാര്യങ്ങളോടൊന്നും ഞാൻ യോജിക്കുന്നില്ല, എതിർക്കുന്നു, അത് വിട്. പക്ഷെ ഞാൻ പറയുന്ന കോൺസെപ്റ്റിലുള്ള ഒരു ഗുണം എന്താ, നീ ഇവിടെ മര്യാദയ്ക്ക് ജീവിച്ചാൽ നിനക്ക് സ്വർഗത്തില് നല്ല സാധ്യതകൾ കിട്ടും. ശരിക്കും ഇത് നല്ല കോൺസെപ്റ്റ് അല്ലേ? എന്ന് വെച്ചാൽ നീ ഇവിടെ നല്ലതായിട്ട് ജീവിക്കണം, നീ ഇവിടെ മോഷ്ടിക്കാതിരിക്കുക, നീ ഇവിടെ മറ്റൊരാളെ ഉപദ്രവിക്കാതിരിക്കുക, നീ ഒരാളുടെ സമ്പത്തിനെ അപഹരിക്കാതിരിക്കുക, നീ ഒരാളെ പീഡിപ്പിക്കാതെ, എന്നുവെച്ചാൽ ഇവിടെ നീ കുറച്ച് മര്യാദക്കാരനായിട്ട് ജീവിച്ചാൽ നിനക്ക് അവിടെ കിട്ടും പറഞ്ഞ് നീ ഇവിടെ നല്ലതുപോലെ ജീവിക്കാനുള്ള ഒരു ഓഫർ കൂടിയാണ്. അല്ല, നല്ലപോലെ ജീവിച്ചില്ലെങ്കിൽ അവിടെ നരകത്തിൽ എന്തൊക്കെ ചെയ്യുന്നുള്ളതും പറയുന്നുണ്ട്. അതുകൊണ്ട് പക്ഷെ അത് ആരും കൂടുതൽ ഇത് ചെയ്യുന്നില്ലല്ലോ. ഇവിടെ നീ പെട്ടെന്ന് അവിടെ ചെല്ലുമ്പോൾ നിനക്ക് ഇത് കിട്ടും എന്ന് പറഞ്ഞാൽ ഇവിടെ നീ നല്ലോണം ജീവിച്ചെങ്കിലേ നിനക്ക് കിട്ടും. ഇവിടെ ജീവിക്കാൻ വേണ്ടിയുള്ള അത്തരത്തിലുള്ള ഓഫറാണ്. കഴിഞ്ഞ ജന്മത്തിലെ പ്രശ്നം ഈ ജന്മത്തിൽ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ മാറ്റേണ്ടി വരും. അതുകൊണ്ട് ഈ ജന്മത്തിൽ നല്ലത് ചെയ്യുക, ഈ ജന്മത്തിൽ തന്നെ മോശം ചെയ്താൽ ഈ ജന്മത്തിൽ തന്നെ ഫലം കിട്ടും. ഇപ്പൊ ജ്യോതിഷം സ്യൂഡോ സയൻസ് ആണ്, കപടശാസ്ത്രമാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞാൽ തന്നെയും ഇവരെല്ലാവരും തന്നെ ആരും അറിയാതെ ജ്യോതിഷം നോക്കുന്നുണ്ട്. ഇപ്പൊ ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി, അപ്പോൾ പുള്ളിയും പറയുന്നുണ്ട് സ്ഥിരമായിട്ട് ഒരു ജോത്സ്യനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. അപ്പൊ ഹരിച്ചേട്ടന് അറിയണ്ടാവുമല്ലോ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഈ ഞാൻ അത്യാവശ്യം ഇത്തിരി ടി വിയിലൊക്കെ വരുന്നത് കൊണ്ടാവാം, അത്യാവശ്യം ഇത്തിരി ഫേമസ് ആയിട്ടുള്ള ആളുകൾ ഒരുപാട് പേർ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ദൂരെ നിന്നെങ്കിലും കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ നമ്മളോട് ഫോൺ ചെയ്ത് സംസാരിക്കുകയും കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. ആക്ച്വലി അവരുടെ ഒരു കോൺഫിഡൻസ് ആണ് ഇത്. അവരെടുക്കുന്ന ഡിസിഷൻ തന്നെ ആയിരിക്കും അവർ ചെയ്യുന്നത്. പക്ഷെ ആ ഡിസിഷനിൽ ഒരു തേർഡ് പാർട്ടി ഒരു പറയുമ്പോൾ ആ കുഴപ്പമില്ല, നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ അത് അവരുടെ ഒരു കോൺഫിഡൻസ് ആണ്. അതിനിപ്പോൾ നമ്മളിപ്പോൾ വേറൊരാളെ ബാധിക്കാത്ത, വേറൊരാളുടെ സ്വത്തിനോ ആരോഗ്യത്തിനോ ഒന്നിനും ഭീഷണി ഉണ്ടാകാത്തൊരു വിശ്വാസം പുലർത്തുന്നെങ്കിൽ അതിന് എന്ത് സയൻസ് ആണെങ്കിലും, ആക്ച്വലി ജ്യോതിഷത്തെ ശാസ്ത്രം എന്ന് പറയുന്നത് സയൻസ് എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ, ശാസിക്കപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിലാണ്. നല്ലതല്ലേ, എടുക്കട്ടുന്ന ഒരാൾക്ക് ജീവിതത്തിൽ നന്മ വരുന്നെങ്കിൽ ആ നന്മ അവർ ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകാൻ നല്ല കാര്യമല്ലേ? അപ്പൊ ഈ കബഡി ഒന്നും നിർത്തിയിട്ടല്ലേ? തീർച്ചയായിട്ടും ആണ്. ഞാൻ പറഞ്ഞു ഇതിനകത്തൊരു പ്രശ്നം എവിടെന്നറിയാം, ഞാൻ അനുഭവം പല സ്ഥലത്തും മോള് കണ്ടിട്ടുണ്ടാവും, ഈ ഞാൻ ജ്യോതിഷ വിശ്വാസം ഇല്ലാത്ത ജ്യോതിഷിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ട്രോളുന്നേ. ആക്ച്വലി എന്താ സംഭവം, ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മൾ രണ്ടോടെ ഒരു അമ്പലത്തിൽ പോകുന്നു, അവിടെ ചെല്ലുമ്പോൾ ഞാൻ കയറുന്നതിന് മുമ്പ് ആ അമ്പലത്തിൽ ഒരു കല്ലെടുത്ത് എൻ്റെ തലയ്ക്ക് ഒഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു മരത്തിലേക്ക് എറിയുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ആ അമ്പലത്തിൽ കല്ലെടുത്തിട്ട് ആ മരത്തിലേക്ക് എറിഞ്ഞിട്ട് അപ്പൊ നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു കല്ലെടുത്ത് തലയ്ക്ക് ഒഴിഞ്ഞിട്ട് ആ മരത്തിനെ ലക്ഷ്യമാക്കി ഒന്ന് എറിഞ്ഞു. ഇത് കാണുന്ന 2-3 പേര് ഈ കല്ലെടുത്ത് മരത്തിനെ ലക്ഷ്യമാക്കി എറിയും, ഉറപ്പാണ്. കുറെ കാലം കഴിയുമ്പം ഇതിങ്ങനെ എറിയുമ്പം ഒരാൾ വന്നിട്ട് പറയാണ് ഇത് തെറ്റാണ്, നിങ്ങൾ ഈ ചെയ്യുന്നത് ഒരു ആചാരമല്ലെന്ന് പറഞ്ഞാൽ കുറെ കാലം കഴിയുമ്പോൾ ഇയാൾക്ക് ഇതിനെപ്പറ്റി വിശ്വാസം ഇല്ലെങ്കിൽ ഇയാൾ പോടെ ഇത് കറക്റ്റാണ്, എനിക്ക് ആ കല്ലെറിഞ്ഞുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറയുന്നത് എന്താണ്, ഇതെല്ലാം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. ഇത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. ഇതിൽ നിങ്ങൾ തെറ്റായ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത് അതാന്ന് പറഞ്ഞാൽ, എന്നാൽ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാത്തൊരു കാര്യം പറയട്ടെ, ഇവിടെ മാത്രമുള്ള ഒരു കാര്യം, ചൊവ്വാദോഷം. അത് ഞാൻ പറഞ്ഞേ, ഈ അങ്ങനെ ആളുകളുടെ മനസ്സിലൊരു വിശ്വാസം അടിച്ചേൽപ്പിച്ചു വെച്ചതാണ്. ഈ എന്താണ് ഇപ്പം മനുഷ്യൻ ചൊവ്വയെ പോകാൻ പോവാണ്, അപ്പൊ ചൊവ്വ ദോഷം എന്ന് പറഞ്ഞാൽ ഈ ചൊവ്വയ്ക്കെങ്ങാനും ജീവൻ ഉണ്ടായിരുന്നെ താഴെ കയറി അടിച്ചു എല്ലാത്തിനും കൂടെ ഓടിച്ചതിന് പിള്ളേരുടെ കല്യാണം മുടക്കി. നിങ്ങൾ പറയുന്നത് കറക്റ്റാണ്. ഇതാരാണ് തിരിച്ചറിയേണ്ടത്?
ഇത് ഞാൻ പറയുമ്പോൾ എന്നെ വിമർശിച്ചിട്ട് കാര്യമില്ല. എത്ര പെൺകുട്ടികളുടെ കല്യാണമാണ് ഇവിടെ ചൊവ്വാദോഷം എന്ന് പറഞ്ഞ രീതിയിൽ നടത്താതിരിക്കുന്നത്? കാരണം ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സാധനം, ഇപ്പൊ എന്നോട് ഈ ചോദ്യം ചോദിച്ച പോലും മനസ്സിലിരിക്കുന്നത് എന്താണ് ചൊവ്വാദോഷം? ജാതകം നമ്മൾ ഗ്രഹനില എഴുതുമ്പോൾ അതിൽ സ്ത്രീ ജാതകത്തിന്റെ 7-ലോ 8-ലോ ചൊവ്വ എന്നുള്ള കുജൻ വരികയോ പുരുഷ ജാതകത്തിന്റെ 7-ൽ കുജൻ വരികയോ ചെയ്യുന്നതാണ്. ഇത് കല്യാണം നടക്കരുതെന്നോ ഭർത്താവ് മരണപ്പെടുന്നു ഒന്നുമല്ല. ജാതകം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ സ്വഭാവമാണ്. ഇപ്പൊ നമ്മൾ സംസാരിച്ചപ്പോൾ വൃശ്ചിക ലഗ്നാണെന്ന് പറഞ്ഞു, വൃശ്ചിക കൂറാണ്. വൃശ്ചിക കൂറുകാർക്ക് ജ്യോതിഷത്തിലൊരു സ്വഭാവമുണ്ട്. അവർ പെട്ടെന്ന് പ്രതികരിക്കുന്നവരായിരിക്കും, മുഖത്ത് നോക്കി സംസാരിക്കുന്നവരായിരിക്കും, വെട്ടി തുറന്ന് പറയുന്നവരായിരിക്കും, ചിലപ്പോൾ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് ചിന്തിക്കാതെ പറയുന്നവരായിരിക്കും എന്നൊക്കെയുള്ള ക്യാരക്ടർ ഉണ്ട്. ജ്യോതിഷം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ക്യാരക്ടർ സ്റ്റഡിയാണ്. 100% എന്ന് പറയുന്നില്ല, കാരണം പണ്ടെന്നോ എഴുതപ്പെട്ടിട്ടുള്ളതിൽ ഇന്നൊത്തിരി മാറ്റങ്ങൾ ആളുകളുടെ സ്വഭാവങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ക്യാരക്ടറിന് പറ്റുന്ന ഒരാൾക്ക് യോജിക്കുക എന്നുള്ളതാണ് പൊരുത്തം. ചൊവ്വ എന്ന് പറഞ്ഞാൽ 7-ലോ 8-ലോ ചൊവ്വ നിൽക്കുന്ന ആളുകൾ അവർ കുറച്ച് അഗ്രസീവായിട്ട് പെരുമാറുന്നവരായിരിക്കും, അവർ കുറച്ച് ഈഗോയിസ്റ്റുകളായിരിക്കും. അങ്ങനെ അവരുടേതായ ഒരു ക്യാരക്ടർ പറയുന്നുണ്ട്. ഇവരുടെ ക്യാരക്ടറിന് യോജിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് 7-ാം ഭാവത്തിൽ ചൊവ്വയോ ഏതെങ്കിലും പാപഗ്രഹങ്ങളോ നിൽക്കുന്ന ആളാണ്. അത് തിരഞ്ഞെടുക്കണം. ഇത് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അച്ഛനെ തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല, കിട്ടുന്ന അച്ഛൻ. അമ്മയെ തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല, കിട്ടുന്ന മക്കൾ. സഹോദരങ്ങളെ തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല, കിട്ടുന്ന സഹോദരങ്ങൾ. മക്കളെ തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല, കിട്ടുന്ന മക്കൾ. ആകെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു പാർട്ണറെയാണ്. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ചൊവ്വ. പക്ഷെ ഇപ്പോഴും ആളുകൾ, മോള് ചോദിച്ച അതേ കാര്യമാണ്, ചൊവ്വാദോഷം എന്ന് കേൾക്കുമ്പോൾ പേടിക്കുക. ഇത് പേടിപ്പിക്കുന്ന ആളുകളോട് ഇതിങ്ങനല്ല, അങ്ങനെ പേടിക്കേണ്ടതല്ല, നിങ്ങൾ പിള്ളേരുടെ കല്യാണം മുടക്കുന്നതല്ല ചൊവ്വ. നിങ്ങൾ ഹിന്ദു പെൺകുട്ടികൾ അവരുടെ സമയത്ത് അവർക്ക് ജോലിയൊക്കെ കിട്ടി അവർ സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ അവർക്ക് കല്യാണം കഴിപ്പിച്ച് വിടാതെ നിങ്ങൾ ചൊവ്വാദോഷമാണെന്ന് പറഞ്ഞ് അവരെ പിടിച്ചു നിർത്തിയാൽ 10-30 വയസ്സ് കഴിയുമ്പോൾ അവർ മറ്റൊരു മതവിശ്വാസത്തിലുള്ള ഒരാളെ എവിടെങ്കിലും വെച്ച് കാണുമ്പോൾ ഞങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ല, നിങ്ങൾ കെട്ടിക്കോ എന്ന് പറഞ്ഞ് കെട്ടുമ്പോഴല്ല നിങ്ങൾ മറ്റതാണ് ഇതാണെന്ന് പറഞ്ഞ് നടക്കേണ്ടത്. ഒരു ക്ലോസ് ഉണ്ട് 30 കഴിഞ്ഞാൽ പിന്നെ ചൊവ്വ 30-ന് മുമ്പ് എന്താണ്? 30-ന് മുമ്പ് ചൊവ്വയില്ലല്ലോ. ഇത് നോക്കണം എന്നല്ലേ ഉള്ളൂ. ഇപ്പൊ ഞാനിത് പറയുമ്പോ ഞാൻ പറയുന്നത് ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത് മനസ്സിൽ കുറെ പേരുടെ ചൊവ്വ പ്രശ്നമാണെന്ന് ഇരിക്കുന്നവരോട് ഞാൻ ചെന്നിട്ട് ഇതിങ്ങനെ അല്ല എന്ന് പറയുമ്പോൾ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് മടിയുണ്ടാവും. നേരത്തെ കല്ലെടുത്ത് എറിയുന്ന കാര്യം, അമ്പലത്തിലോട്ട് വരുമ്പോൾ ഞാനൊരു കല്ലെടുത്ത് എറിഞ്ഞു, വന്നവരെല്ലാം കല്ല് പറക്കി എറിഞ്ഞു. 10 വർഷം കഴിയുമ്പോൾ ഈ കല്ല് പറക്കി എറിഞ്ഞില്ലെങ്കിൽ ദോഷമാണെന്ന് എനിക്ക് ഒരാൾ വന്നത് ഒരു ആചാരമല്ല എന്ന് പറഞ്ഞാൽ അയാളെ വിമർശിക്കുന്ന പോലാണ്. ചൊവ്വയെ പീഡിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണ്. മനുഷ്യൻ ചൊവ്വയെ പാമ്പുമാണ്. അപ്പോഴാണ് ഈ ചൊവ്വാദോഷം പെൺപിള്ളാരുടെ കല്യാണം മുടക്കുന്നത്. അപകടമാണ്. ഹിന്ദു പെൺകുട്ടികളുടെ ഈ കല്യാണം മുടക്കുന്നത് ഇത്തരത്തിൽ പറഞ്ഞ് കെട്ടാതെ നിൽക്കുകയാണ്. ഇനി 30 വയസ്സ് 35 വയസ്സ് കഴിഞ്ഞ് കെട്ടിയിട്ട് കുഞ്ഞുങ്ങളാവാൻ പാടാണ്. ഞാൻ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. ഇതൊക്കെ തെറ്റല്ലേ നീ? ഇതൊക്കെ എന്നിട്ട് ഞാൻ പറയുന്നത്, എന്നെ വിമർശിക്കുന്ന ആരാണെന്നറിയോ? ഈ തീവ്ര ഹിന്ദുക്കൾ എന്ന് പറയുന്നത്. നിങ്ങൾ പറയുന്ന ആ പോയിന്റിലേക്ക് എത്താനാണ് ഞാൻ പറയുന്നത്. ഇതിങ്ങനൊന്നും അല്ല കാര്യങ്ങൾ. കല്യാണം നടക്കണ്ടേ? കല്യാണം നടക്കാൻ നിന്നിട്ട് ഈ കുട്ടികൾ മറ്റ് മതവിശ്വാസിയായ ഒരാളോടെ പോകുമ്പോൾ അന്നേരം കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല. അവരുടെ വീട്ടിൽ പോയിട്ട് എന്തുകൊണ്ട് ഇത്രയും കാലം ഈ കുട്ടിയുടെ കല്യാണം നടത്തത്തില്ലെന്ന് ചോദിച്ചാൽ 100% ഈ ജാതകം എന്ന് പറയുന്ന കാര്യം അതൊരു ഫാക്ട് ആയിട്ട് വരും. നോക്കരുതെന്നല്ല പറഞ്ഞത്, നോക്കേണ്ടതുപോലെ നോക്കാവും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് മുടക്കുന്നത് ശരിയുള്ള കാര്യമല്ല. ഇപ്പൊ ചൊവ്വയിലേക്ക് മനുഷ്യൻ പോകാൻ പോകണം. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഞാൻ കണ്ടു, തിരുവാതിര നക്ഷത്രം അപ്രത്യക്ഷാൻ പോകുന്നതൊക്കെ. അതെന്താ അതിന്റെ പിന്നിലുള്ള കാര്യം? അല്ല, നീ എന്തായാലും നക്ഷത്രം ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. നക്ഷത്രത്തിന് അങ്ങനെ ഒരു പേരുണ്ടെന്ന്. അല്ല, ഞാനത് മനസ്സിലാക്കിയത് അതിങ്ങനെ ഇപ്പോഴൊന്നും അല്ല. നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ അതിങ്ങനെ എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടല്ലോ. സൂര്യൻ കത്തി തീരുന്നു എന്ന് പറയില്ല. അപ്പൊ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ഇല്ലല്ലോ. ഭൂമിയിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇതൊന്നും ഇന്നത്തെ കാര്യമല്ല. കുറെ കാലങ്ങൾ കഴിയുമ്പോൾ പ്രപഞ്ചം മാറുന്നതനുസരിച്ച് ഇതിനെല്ലാം മാറ്റം ഉണ്ടാവും. പക്ഷെ ജ്യോതിഷത്തിലൊരു പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ ഇതിലൊരു അപകടമുള്ളത് പുതിയ പഠനങ്ങൾ വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇത് നിൽക്കുന്നിടത്ത് തന്നെ നിർത്തിക്കൊണ്ടാണ് ഇവർ മുമ്പോട്ട് പോകുന്നത്. വരണം എന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ മതം, എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് പുതിയ പഠനങ്ങൾ വരണം. ഞാൻ നേരത്തെ പറഞ്ഞത് ക്യാരക്ടർ സ്റ്റഡിയാണ്. പണ്ട് എഴുതപ്പെട്ടിട്ടുള്ള ക്യാരക്ടറാണ്. ഇന്നൊത്തിരി മാറിയിട്ടുണ്ട്. സ്വഭാവം ആഡ് ഓൺ ചെയ്യണം. പക്ഷെ ഇത് പറയുന്നവനെ ആക്രമിക്കാൻ പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? അത് മാത്രല്ല, മൊത്തം സോളാർ സിസ്റ്റം എല്ലാം മാറിക്കൊണ്ടിരിക്കല്ലോ. സ്പീഡ് കൂടുന്നു, ഗ്രഹങ്ങളുടെ കറക്കം മാറണം, എല്ലാം മാറിയിട്ടുണ്ടെന്നേ. പൈസ ഉണ്ടാക്കാൻ മാറിയിട്ടുണ്ട്, പക്ഷെ മറ്റു കാര്യങ്ങൾക്കാണ് മാറാത്തത്.
ഇപ്പൊ ഉദാഹരണമായിട്ട് ഏറ്റവും മോശമുള്ള സമയത്ത് ചെയ്തുകൂടാത്ത കാര്യങ്ങൾ ജ്യോതിഷത്തിലുണ്ട്. അകാലചര്യ മൃഗയാം ച സാഹസം സ്വദൂരയാനം ഗജവാജി വാഹനം ഗൃഹാപരേഷാം ഗമനം ച വർജയേൽ ഗൃഹേഷു രാജ വിഷമസ്ഥിതേഷു എന്ന് പറഞ്ഞ പദ്യമുണ്ട്. അകാലങ്ങളിലുള്ള യാത്രകൾ ഒഴിവാക്കണം, മൃഗീയ സ്വഭാവമുള്ള ആളുകളായിട്ടുള്ള സഹവാസം ഒഴിവാക്കണം, സുദൂരയാനം ദൂരയാത്രകൾ കഴിവതും മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ ഒഴിവാക്കുക, ഗജവാജി വാഹനം ആനയും കുതിരയും ഓടിക്കുന്നത് ഒഴിവാക്കണം. ഇപ്പൊ എന്റെ അടുത്ത് മോള് നോക്കാൻ വരുമ്പോൾ ഞാൻ ഇപ്പൊ കണ്ടത് ശരിയാണ്, ആനയെ ഓടിക്കുന്നത് കുറച്ച് ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നില്ല എന്റെ തലയ്ക്ക് ഓളാണ്. അപ്പൊ ഞാൻ എന്ത് പറയും, വണ്ടി ഓടിക്കുന്നത് ശ്രദ്ധിക്കണം. മാറ്റുന്നില്ലേ? മാറ്റേണ്ടത് മാറ്റുന്നുണ്ട്. പക്ഷെ ഇല്ല, പണം ഉണ്ടാക്കുക എന്നുള്ള സാധനം പഠിച്ചാൽ പെട്ടെന്ന് പണമാണ്. അപ്പൊ അതുകൊണ്ട് മാറ്റാൻ ആളുകൾ തയ്യാറാവുന്നില്ല എന്നുള്ള പ്രശ്നമേ ഉള്ളൂ. ജ്യോതിഷത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. പക്ഷെ ഇത് മാറ്റാൻ പൈസ കിട്ടുന്ന ഏറിയ മാത്രം പിടിച്ചിട്ടാൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഇതിനകത്തെ ഒരു പ്രശ്നം. പിന്നെ ഇങ്ങനെ പറയാറുണ്ട്, നമുക്കിപ്പോൾ സമയം മോശമാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ശനിയും വ്യാഴവും ബുധനും ഒന്നും ശരിയല്ലെങ്കിൽ ഇന്ന ഒരു പ്രതിവിധി ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇന്ന അമ്പലത്തിൽ പോയി ഇന്ന പൂജ ചെയ്താൽ മതി. ശരിക്കും നമ്മളുടെ ലൈഫ് ഓൾറെഡി ഒരു ജാതകം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ പറഞ്ഞ പോലെ തന്നെയല്ലേ നടക്കുക. അതിനെന്തെങ്കിലും മാറ്റാൻ പറ്റുമോ ഈ പൂജാവിധികൾ കൊണ്ടിട്ട്? ഈ ചോദ്യത്തിന് മറ്റൊരു ഉപചോദ്യം എന്ന് വെച്ചാൽ ജ്യോതിഷം പ്രവചനമാണോ എന്നൊരു ചോദ്യമാണ്. ജ്യോതിഷം പ്രവചനമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. എന്നുവെച്ചാൽ ഇതിൽ പ്രവചിക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷെ അപ്പം ഇതല്ലെന്ന് പറയുന്നവനെ വിമർശിക്കും. നിനക്കിത് അറിയാത്തത് കൊണ്ടാണെന്ന് പറയും. നിനക്ക് അറിയത്തില്ലെങ്കിൽ നീ അറിയത്തില്ല എന്ന് പറ, ഇത് പ്രവചനമാണെന്ന് പറയും. പക്ഷെ അവിടെ ഒരു അപകടം എവിടെയെന്ന് വെച്ചാൽ പ്രവചനങ്ങൾക്ക് പരിഹാരമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ അഷ്ടമ വ്യാഴ സമയത്ത് ഇങ്ങനെ സംഭവിക്കും എന്നുണ്ടെങ്കിൽ പിന്നെ പരിഹാരം ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഇതിനു പരിഹാരം കണ്ടകശനി സമയത്ത് എന്തിനാണ് അയ്യപ്പ ക്ഷേത്രത്തിൽ പോവുകയും അർച്ചനയും നീരാജനവും നടത്തുന്നത്? പരിഹാരത്തിനാണ്. ജ്യോതിഷം എന്ന് പറയുന്നത് പ്രവചനമല്ല, സൂചനകളാണ്. നമ്മൾ തുടങ്ങിയത് അവിടെ. നിങ്ങൾക്ക് അപവാദം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക മാക്സിമം. ചിലപ്പോൾ നമ്മുടെ കൈവിട്ട് പോയേക്കാം. നിങ്ങൾക്ക് വാഹനാപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ കഴിവതും ശ്രദ്ധിക്കുക. പക്ഷെ അപ്പുറത്തോടെ വരുന്നത് ശ്രദ്ധിക്കണമെന്നില്ലല്ലോ, അവനറിയത്തില്ലല്ലോ നമുക്ക് കണ്ടകശനിയാണോ അല്ലയോ. അപ്പോൾ അമ്പലത്തിൽ പോയി പരിഹാരം ചെയ്യുന്നതിനാ കണ്ണി കൊള്ളാനുള്ളത് പുരികത്തി കൊണ്ട് പോകും എന്നുള്ള വിശ്വാസത്തിലല്ലേ. അപ്പൊ പിന്നെ ഈ പ്രവചനം എന്ന് പറയുന്നത് അവിടെ തീരാണ്. പ്രവചനങ്ങൾക്ക് പരിഹാരമില്ല. പിന്നത് സംഭവിക്കും എന്ന് പറയുന്നതാണ് പ്രവചനം. സംഭവിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ മാറരുത്. പിന്നെ എന്തിനാണ് അമ്പലത്തിൽ പോയി പരിഹാരം ചെയ്യുന്നത്? അപ്പൊ പ്രവചനമാണെന്ന് പറയുന്നവർ ശരിക്കും എതിർക്കുന്നത് അമ്പലത്തെയും പൂജകളെയും വഴിപാടിനെയും ഹോമങ്ങളെയും എല്ലാം അവർ തന്നെ എതിർക്കുകയാണ്. ആക്ച്വലി ഇതിനകത്ത് ഈ ജാതകം എന്ന് പറയുന്നതും വഴികാട്ടി മാത്രമാണ്. അല്ല നമ്മുടെ ജീവിതത്തിൽ ഇന്നത് സംഭവിക്കും എന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. സാധ്യതകളുണ്ട് എന്ന് മാത്രമേ പറയാൻ കഴിയൂ. ആ സാധ്യതകളെ ഇല്ലാതാക്കാൻ നമുക്ക് അതിനാണ് അമ്പലങ്ങള്, പ്രാർത്ഥനകള്, ജീവിതത്തിൽ ചില വഴികൾ തിരഞ്ഞെടുക്കുന്നത്. ഇതൊക്കെ അല്ലാതെ ഈ ജാതകം എന്ന് പറയുന്നത് ഇന്നത് സംഭവിക്കും എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ള കാര്യമല്ല, സാധ്യതകളെ എഴുതുന്ന കാര്യമാണ്. ആ സാധ്യതകളെ നിങ്ങളുടെ വഴി. ഇപ്പൊ ഗവൺമെന്റ് ജോലി കിട്ടണം എന്ന് ഒരാൾക്കുണ്ടെങ്കിൽ PSC ടെസ്റ്റ് എഴുതണം. അല്ല പിന്നെ വെറുതെ വീട്ടിൽ കുത്തിയിരുന്നിട്ട് എനിക്ക് ജാതകത്തിലുണ്ടായിരുന്നു കിട്ടത്തില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രവർത്തിക്കുന്നത് നമ്മളാണ്. പ്രവർത്തിക്കേണ്ടത് ഇങ്ങനെ അല്ലെങ്കിൽ ഇന്ന വഴിയിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു തരുന്നതാണ് ജാതകം. അതാണ്. അല്ലാതെ പിന്നെ ഇങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ പരിഹാരം ചെയ്തിട്ട് കാര്യമാണ്. അപ്പൊ ഈ മതവിശ്വാസവും ജ്യോതിഷവും ലിങ്ക്ഡ് ആണോ? അതോ ഈ മതവിശ്വാസം ഒന്നും ഇല്ലാത്തവരും ജ്യോതിഷനെ കാണാൻ വരാറുണ്ടോ? മതം വിശ്വാസവും ജ്യോതിഷവും എന്ന് വെച്ചപ്പോ ഞാൻ പറയാം, ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ ജ്യോതിഷം നോക്കാറുണ്ട്, ക്രിസ്തു മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ ജ്യോതിഷം നോക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു ഇസ്ലാം മതവിശ്വാസി നോക്കുമ്പോൾ നമുക്ക് അവരോട് നിങ്ങൾ അമ്പലത്തിൽ പോയി ചെയ്യൂ എന്ന് പറയുന്നത് അവരുടെ വിശ്വാസത്തിന് എതിരാണ്. അപ്പം നമ്മൾ ജീവിക്കാൻ ഇന്നയാണ്, ഇന്ന ടൈമിൽ മാറും, ഇങ്ങനെ ചെയ്യുന്നു. ഇപ്പൊ ഒട്ടും ഈശ്വര വിശ്വാസം ഇല്ലാത്ത ചില ആളുകളും ഒരു കോൺഫിഡൻസ്, അത് വ്യക്തിയാധിഷ്ഠിതം കൂടെ വരാം. ചിലപ്പോൾ എന്നെ വിശ്വാസമുള്ള ഒരാൾ ഈശ്വര വിശ്വാസം ഇല്ലാത്ത ഒരാളാണെന്ന് വെച്ചു, അതിൽ ചിലപ്പോൾ എൻ്റെ അടുത്ത് വരും. എന്നിൽ നിന്ന് കേൾക്കുന്ന ഒരു വാക്ക് ചിലപ്പം അയാൾക്ക് വലിയ മോട്ടിവേഷൻ ആയിരിക്കും. നമ്മൾ ആ പറയുന്ന ചില കാര്യങ്ങൾ അയാള് ഈ പ്രവർത്തനം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവണം. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ ഇതിലൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല. അവന് ദുബൈയിലായിരുന്നു, നല്ല ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾ. പെട്ടെന്ന് ബിസിനസ്സിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അവൻ്റെ വൈഫിനോട് പറഞ്ഞു, എനിക്ക് പിന്നെ ജീവിക്കണം എന്ന് തന്നെ തോന്നുന്നില്ല. കാരണം ഇവൻ ഈ ഓരോന്നിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ ഇവന് ഓർഡർ ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിവൻ വല്ലാതെ വിഷമിച്ചിട്ട് പിന്നെ പോകാൻ മടി, പോകുമ്പോൾ റിജക്റ്റ് ചെയ്താൽ പിന്നെ ഇവനങ്ങ് മെൻ്റലി ഡൗൺ ആവുന്നു. അങ്ങനെ ഒരു സമയം ഉണ്ടായി. അപ്പോൾ ഇവർ വൈഫിനോട് പറഞ്ഞു ജീവിക്കണം എന്ന് തന്നെ തോന്നുന്നില്ലെന്ന് പറഞ്ഞപ്പം ഈ കുട്ടി എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ, ചേട്ടാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞൊന്നും പറയരുത്, ചേട്ടൻ വെറുതെ ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെറുതെ ഇവനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തോടാ വിശേഷം എന്നൊക്കെ ചോദിച്ചു. ആളെയാ നിന്നെ ഒന്ന് വിളിക്കാതിരിക്കുമായിരുന്നു, നീ എൻ്റെ സമയമൊക്കെ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഇടാൻ പറഞ്ഞു. ഇട്ടിട്ട് ഞാൻ പറയടാ, നിനക്ക് ഇത്തിരി മോശം സമയമാണ്, നിനക്ക് ഒക്ടോബർ മുതൽ സമയം മാറും. അന്നെന്തോ ഒരു ഡേറ്റ് പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ, ഒക്ടോബർ 16 എന്തോ, അന്ന് ഈ പറഞ്ഞ പോലെ കണ്ടകശനി മാറ്റമാണ്, മാറും. അപ്പം അതുവരേക്കും നീ എന്തിന് ചെന്നാലും തടസ്സങ്ങളായിരിക്കും.
അപ്പം ഈ കുട്ടി പറഞ്ഞ അറിവ് എനിക്കുണ്ട്. എന്തിനു എന്നാലും തടസ്സങ്ങളായിരിക്കും. എന്ന് വെച്ച് നീ പോകാതിരിക്കരുത്. നീ ഇന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം നടന്നില്ലെങ്കിൽ നീ വീണ്ടും അപ്രോച്ച് ചെയ്യണം, നീ വീണ്ടും അപ്രോച്ച് ചെയ്യണം. ഒക്ടോബർ 16 ആ സമയം, 17 മാറുമോ നീ ചിന്തിക്കരുത്. അവിടെ മുതൽ നിന്റെ സമയം മാറുകയാണ്. അടുത്ത വർഷമൊക്കെ നിനക്ക് കുറച്ചുകൂടി അനുയോജ്യമായിരിക്കും എന്ന് പറയും. ഇവൻ പിറ്റേ ദിവസം ഒരു ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടുത്തെ മെയിൻ ആൾ, ഇവന് പർച്ചേസ് എന്തെങ്കിലും ഓർഡർ കൊടുക്കേണ്ട ആൾ ഇപ്പം ഇല്ലെന്ന് പറഞ്ഞാൽ, പണ്ടാണെങ്കിൽ ഇവൻ മെന്റലി ഡൗൺ ആയി തിരിച്ചു വരും. പക്ഷേ ഇതിന് ശേഷം അവൻ ഒക്ടോബർ 16 കഴിയട്ടടാ എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് വീണ്ടും അടുത്ത ദിവസം ചെല്ലും. അവിടെ അവന്റെ ഒരു പ്രവർത്തനമുണ്ട്, പക്ഷെ അവനൊരു ലക്ഷ്യമുണ്ട്, അവനൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയിൽ അവൻ വർക്ക് ചെയ്തു. അവന് അടുത്ത വർഷം ഭയങ്കര നല്ലതായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ജ്യോതിഷമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ജ്യോതിഷമുണ്ട്. പക്ഷേ വർക്ക് ചെയ്തത് മൊത്തം ഇവന്റെ പ്രവർത്തനമാണ്. ഇവൻ മെന്റലി ഡൗൺ ആയിരുന്ന സമയത്ത് നിന്ന് ഇവൻ വർക്ക് ചെയ്താണ് അവൻ്റെ ഈ ജീവിതത്തിൽ ഉയർച്ചയിലെത്തിയത്. പക്ഷെ മുമ്പായിരുന്നെങ്കിൽ എന്താ, അവൻ അവിടെ ചെയ്യത്തില്ല. അവന് ഒരു പ്രാവശ്യം പോയി പറ്റിയില്ലെങ്കിൽ അവൻ പിന്നെ അവരെ അപ്രോച്ച് ചെയ്ത് അവൻ്റെ ഈഗോ അവിടെ ഹർട്ട് ചെയ്യും. പക്ഷെ ഇപ്പം അവൻ എന്താ ചിന്തിച്ചത്, എന്റെ മോശ സമയം ആയതുകൊണ്ടാണ് 16 കഴിയട്ടെ നിനക്കാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവൻ വീണ്ടും അപ്രോച്ച് ചെയ്തു. വ്യാഴമാറ്റം നോക്കിയിരിക്കണ പോലെ ഇപ്പൊ വ്യാഴമാറ്റം നോക്കിയിരിക്കുന്നു. ഇപ്പൊ ഞാനൊരു കാര്യം കൂടെ പറയും, വ്യാഴമാറ്റം ഉണ്ടായാൽ ഉടൻ നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് അങ്ങനെ മാറ്റമൊന്നുമില്ല. നമ്മൾ ഈ സത്യത്തിൽ ഈ സമയമോശം സമയം കൊണ്ടെന്ന് പറഞ്ഞാൽ എന്താ അറിയും, നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നു, ഒരു ഉദാഹരണം പറയും. സമയമോശം എന്ന് പറയുന്നത് എന്താണ്, അവിടെ റെഡ് സിഗ്നൽ കത്തി കിടക്കുന്നു. ഓക്കെ, അതാണ് സമയമോശം എന്ന് കരുതുക. നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ ആ റെഡ് സിഗ്നൽ മാറുന്നത് വരെ നമുക്ക് അവിടെ കിടക്കാം. ദിവസങ്ങളോളം നിൽക്കുന്ന റെഡ് സിഗ്നൽ ആണെന്ന് കരുതുക, നമുക്ക് വേണേൽ അവിടെ കിടക്കാം. പക്ഷെ സ്റ്റക്കായി നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഇല്ലാതായി. ഒരു വഴിയുണ്ട്, വണ്ടി തിരിച്ചെടുക്കുക. കുറച്ച് ദൂരം ഓടേണ്ടി വരും, ചിലപ്പോൾ കുറച്ച് ദുർഘടമായ വഴികളിൽ സഞ്ചരിക്കേണ്ടി വരും, ഇടുങ്ങിയ പാതകളിലൂടെ സഞ്ചരിക്കേണ്ടി വരും. വണ്ടിക്ക് ചിലപ്പോൾ കുറച്ച് ഡാമേജ് ഒക്കെ ഉണ്ടാവും, ടയറിന് ചിലപ്പോൾ ചില പഞ്ചറൊക്കെ ഉണ്ടാവും. ആ പഞ്ചറിനെ നമ്മൾ ഒട്ടിച്ചുകൊണ്ട് പോകേണ്ടി വരും. കുറച്ച് ദൂരം സഞ്ചരിച്ചാലും നമ്മൾ ആ ലക്ഷ്യത്തിലെത്തും. ഇതാണ് സമയമോശം എന്ന് വെച്ചാൽ, നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടണം, പക്ഷെ നിങ്ങൾ ലക്ഷ്യത്തിലെത്തും. സമയം കൊണ്ടെന്ന് വെച്ചാൽ അവിടെ ഗ്രീൻ ലൈറ്റ് കത്തുന്ന എന്ന് പറഞ്ഞ് വണ്ടി ഓടത്തില്ല. വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, നമ്മൾ ക്ലച്ച് ഓഫ് ചെയ്യണം, നമ്മൾ ഗിയർ ഇടണം, നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യണം, നമ്മൾ ആക്സിലേറ്റർ കൊടുക്കണം. എന്ന് വെച്ചാൽ 2 ഇടത്തും പ്രവർത്തനം വേണം. ഒരിടത്ത് കുറച്ചുകൂടി പ്രവർത്തിക്കണം, ലക്ഷ്യത്തിലെത്തും. മറ്റിടത്ത് കുറച്ച് പ്രവർത്തിച്ചാൽ മതി, ലക്ഷ്യത്തിലെത്തും. പക്ഷെ പ്രവർത്തനം എന്ന് പറയുന്ന സാധനം 2 ഇടത്തും വേണം. അപ്പം ആ വ്യാഴമാറ്റം ഉണ്ടായാൽ 2-ാം തീയതി അയ്യോ ഒന്നും വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിൽക്കരുത്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ പറ്റി നിങ്ങൾ മാക്സിമം ചെയ്യണം. ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ, മോക്കിപ്പം അഷ്ടമവ്യാഴാണെന്ന് മനസ്സിൽ ഒരു സാധനമുണ്ട്. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് പലതും ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് പിന്നോട്ട് വലിക്കും. ഇപ്പം ചെയ്യണോ, ഇപ്പം മോശമാണല്ലോ എന്ന് ചിന്തിക്കും. മറ്റത് സമയം മാറിയെന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടാവും. ആ സമയത്ത് നിങ്ങളുടെ ക്രിയേറ്റീവ് സൈഡിനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അപ്പം നിങ്ങൾ മടി പിടിച്ച് വീട്ടിൽ കിടക്കരുത്, ഇറങ്ങി പ്രവർത്തിക്കണം. ഇതിനകത്തൊരു കാര്യം ഞാൻ പറയാൻ അനുഭവമാണ്. നമ്മൾ കഷ്ടപ്പെട്ടെങ്കിലേ നമുക്കതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. അല്ലാതെ ജ്യോതിഷ കഷ്ടപ്പെട്ടാൽ അവർക്കാണ് റിസൾട്ട്, നമുക്കല്ല റിസൾട്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം. പ്രവർത്തിക്കുന്നതിന് സപ്പോർട്ട് ചെയ്യാനും പ്രവർത്തിക്കുന്നതിന് വഴികാട്ടിയായിട്ടും പ്രവർത്തിക്കുന്ന നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനുമാണ് ജ്യോതിഷം. അങ്ങനെ എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു നക്ഷത്രം വെച്ചിട്ട് ഞാൻ എല്ലാ മാസവും കൃത്യമായിട്ട് മാസഫലം വാരഫലം എല്ലാം നോക്കുന്ന ആളാണ്. വിഷു ഫലമാണ് ഇപ്പോൾ നോക്കിയത്. അതിലൊരു 10-12 ജ്യോതിഷികൾ പറഞ്ഞത് ഞാൻ കേട്ടു. പക്ഷെ ഇതിൽ നിന്ന് വിഭിന്നമായിട്ടാണ് വേറെ കുറെ ജ്യോതിഷികൾ പറയുന്നത്. ഇവരൊക്കെ അപ്പോൾ ഫോളോ ചെയ്യുന്നത് ഒരേ സാധനമല്ലേ? എനിക്ക് അവിടെയാണ് ഡൗട്ട്. ഒരാൾ പറയും നല്ലതാണ് അങ്ങനെയാണെങ്കിൽ, മറ്റേ പറയും വളരെ മോശമാണ്. അപ്പൊ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആണ്. വളരെ മോശമായിട്ടുള്ളൊരു പ്രവണത ആ കാര്യത്തിലുണ്ട്. കാരണം ഈ ജ്യോതിഷത്തിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇതിലെന്തും പറയാം. അതാണ് ഈ ജ്യോതിഷത്തിൽ മാത്രമല്ല, ഇത് ഞാനൊരു വിമർശനാത്മകമായിട്ടൊരു കാര്യം പറയാം. ഹിന്ദു വിശ്വാസം അനുസരിച്ച് എന്തും പറയാം എന്ന നിലയിലേക്ക് ഇതിനെ താഴോട്ടാണ് കൊണ്ടുപോകുന്നത്. ഇതിൽ ഹിന്ദു ആചാര്യന്മാർക്ക്, ചില ആളുകൾക്ക് വലിയ റോളുണ്ട്. കാരണം ഇവർ ലോജിക്കില്ലാത്ത, യുക്തിക്ക് നിരക്കാത്ത ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം നിങ്ങളടക്കമുള്ള യൂട്യൂബേഴ്സിൻ്റെ മുമ്പിലേക്ക് വന്നിട്ട് ഇല്ലോജിക്കലായിട്ടുള്ള പല കാര്യങ്ങൾ പറയും. നമുക്ക് മനസ്സിലാകാത്ത ഭാഷയെ പറയും. പ്രപഞ്ചത്തിൻ്റെ കോസ്മിക് രശ്മികൾ അതിൻ്റെ അനിർദ്ദനീയമായ അനുഭവങ്ങളുടെ ഊഷ്മാവിൽ നിന്ന് ആവിർഭവിച്ച് അത് നമ്മളുടെ ശരീരത്തിലേക്ക് പ്രപഞ്ചശക്തിയിലൂടെ വന്ന് എന്ന് പറയുമ്പം ഹിന്ദു വിശ്വാസികളായ കുറേ ആളുകൾ എന്തൊരു പണ്ഡിതനാണ്, സൂപ്പർ. സത്യത്തിൽ ഒരു ലോജിക്കും അതിൽ കാണില്ല, ഒരു ആചാരവും അതിൽ കാണില്ല. പക്ഷേ അവർക്കാണ് ഇന്ന് മാർക്കറ്റ് കൂടുതലുള്ളത്. ഇതിനെ പച്ച മലയാളത്തിൽ പറയുന്നവനോട് മാർക്കറ്റ് ഇല്ല, ഇതല്ലെന്ന് പറയുന്നവൻ ഹിന്ദു വിരോധിയാക്കി മാറ്റപ്പെടുകയാണ്. ഇപ്പൊ ഞാൻ ഈ ആചാര്യന്മാരിൽ ചില ആളുകൾ മറ്റു മതവിശ്വാസികളെ അവർക്ക് അന്നത്തേതാണ്, അവർ പണ്ടത്തേതാണ്, അവർ അഡ്വാൻസ് അല്ല എന്ന് പറയുന്നവർ പോലും ഇന്നത്തെ കാലത്തിരുന്നിട്ട് ഈ ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങൾ പറയും. ഇതിലൊരു അപകടം എവിടെ നിന്നറിയോ അനുപമ? ഇപ്പൊ ചെറിയ പിള്ളേരുണ്ട്, ന്യൂജൻ, ഈ ജെൻസി എന്നൊക്കെ പറയുന്ന കുട്ടികൾ.
ഇവരിന്ന് ചാറ്റ് GPT ഇവരിന്ന് AI ജീവിക്കുന്ന കുട്ടികളാണ്. ഈ പറയുന്നതിൽ എന്തെങ്കിലും ലോജിക് ഉണ്ടോ എന്ന് ഇവർ, അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ഇവർ ഇന്ന് AI ചോദിക്കും, ചാറ്റ് GPT ചോദിക്കും. ഇത് കള്ളമാണെന്ന് അറിയുമ്പോൾ അവർ റിജക്റ്റ് ചെയ്യുന്നത് ആ ആചാര്യന്മാരെയല്ല, ഈ വിശ്വാസത്തെയാണ്. ഇത് ഏതെങ്കിലും സംഘടനകളോ ഹിന്ദു സംഘടനകളോ തീവ്ര സ്വഭാവമുള്ള എന്നെ വിമർശിക്കുന്ന ആളുകളോ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ തെറി കമന്റ് വരാം. ഇപ്പൊ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഈ തെറി കമന്റ് ആദ്യമൊന്നും അല്ലേക്കുന്നത്. പക്ഷെ ഒന്ന് കേൾക്കുക നിങ്ങൾ. ഇതിന്റെ പ്രശ്നം എവിടെന്ന് വെച്ചാൽ, ഇപ്പൊ മറ്റൊരു മതവിശ്വാസി ഇരുന്നിട്ട് പറയാണ് ഞങ്ങളുടെ ഇങ്ങനെ ദൈവം വന്നിട്ട് അവിടുന്ന് ഒരു കോസ്മിക് രശ്മി ഇങ്ങനെ കൊണ്ടുവന്ന് അത് നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഇവന് വട്ടാണ്, ഈ മതവിശ്വാസത്തിന് വട്ടാണ്, ഇവന്മാര് പണ്ടത്തെ എന്തോ നൂറ്റാണ്ടിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാന്ന് പറയും. ഇതേ നമ്മുടെ കുറെ പേര് വന്നിരുന്നിട്ട് ഇത് പറയുമ്പോൾ സത്യം ഇത് പറയരുത് നിങ്ങൾ. നമ്മുടെ ഗ്രന്ഥങ്ങളിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അതിനെ വേണം പ്രൊമോട്ട് ചെയ്യാൻ, അതിനെ വേണം പ്രോത്സാഹിപ്പിക്കാൻ. എന്തുകൊണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് ഓക്കെയാണ്, ഇപ്പൊ എന്റെ പ്രായമോ അതിന് മുകളിലോട്ടുള്ളവർക്കും അത് ഓക്കെയാണ്. താഴോട്ട് വരുന്ന പിള്ളേർക്ക് ഇത് ഓക്കെ അല്ല. അവരിന്ന് AI ചാറ്റ് GPT നോക്കും, ഇത് തെറ്റാന്ന് വന്നാൽ അവർ റിജക്റ്റ് ചെയ്യുന്നത് നമ്മുടെ വിശ്വാസത്തെയാണ്. ഇതാണ് ഈ പ്രശ്നം. എന്തും പറയുന്ന നിലയിലേക്ക് ഹൈന്ദവ വിശ്വാസത്തെ കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഒരു ഇസ്ലാം മതത്തില് ഒരു ഉസ്താദിന്റെ വേഷം കെട്ടിക്കൊണ്ട് ഒരു ഇസ്ലാം മത വിശ്വാസിയെ കളിപ്പിക്കാൻ പറ്റത്തില്ല. അതിലുള്ളവർ കളിപ്പിക്കുന്നുണ്ടാവും. ഒരു ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ ഒരു ഉസ്താദിന്റെ വേഷം കെട്ടി ഇസ്ലാം മത വിശ്വാസിയെ കളിപ്പിക്കാൻ പറ്റത്തില്ല. എന്താ അറിയോ, അവിടെ ചെന്ന് ഫുഡ് കഴിച്ചിട്ട് യാസിൻ ഓതാന്ന് പറയുമ്പോൾ യാസിൻ വൽ ഖുറാനിലക്കും ഇന്നക്കൽ മിനൽ മുർസലീൻ എന്നൊക്കെ പറഞ്ഞൊരു സ്ലോഗൻ ഉണ്ട്. അത് ചൊല്ലുന്നത് കേൾക്കുമ്പോൾ അവിടുത്തെ ഒരു കൊച്ചു കുട്ടിക്ക് പോലും മനസ്സിലാകും ഇവനതേ പറ്റി ധാരണയില്ല. എന്തുകൊണ്ടാണ്? ആ കുട്ടികൾ അതേപറ്റി പഠിച്ചിട്ടുണ്ട്. അവർ ചെറുതിലെ മുതലേ ഖുറാൻ പഠിക്കും, അവരുടെ മതാചാരങ്ങൾ പഠിക്കും, എന്താണ് അവരുടെ കാര്യങ്ങൾ എന്നുള്ളത് അവർ പഠിക്കും. അവർക്ക് അതേപറ്റി നല്ല ധാരണയുണ്ട്. ഒരു പള്ളിയിലച്ഛൻ്റെ വേഷം കെട്ടിക്കൊണ്ട് ഒരു അന്യമതസ്ഥനായിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും ഒരു ക്രിസ്ത്യാനിയെ പറ്റിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അവിടെ ഉള്ളവർ പറ്റിക്കുന്നുണ്ടാവും. അവിടെ ചെന്നിട്ട് ഇപ്പോൾ സങ്കീർത്തനം ചൊല്ലാം, 91 സങ്കീർത്തനമുണ്ട്. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുകയും സർവശക്തന്റെ തലയിൽ കഴിയുകയും ചെയ്യുന്നു കർത്താവിനോടെന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്ന ഒരു കൊച്ചുകുട്ടിക്ക് പോലെ സ്ലാങ് പിടികിട്ടും. ഇവരിത് അറിയില്ലല്ലോ എന്ന്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഏത് കള്ളനും കൊലപാതകിക്കും നരബലി നടത്തുന്ന ഷാഫിക്കും അടക്കം ഹിന്ദു പണ്ഡിതന്റെ വേഷം കെട്ടാന്ന്. ഒന്നും മനസ്സിലാകാത്ത ഭാഷയിൽ അങ്ങ് പറഞ്ഞാൽ മതി. വസുപഞ്ചകത്തിൽ മരിച്ചാൽ 5 പേർ മരിക്കും എന്ന് സാധ്യതയുണ്ട്, അതുകൊണ്ട് പൂജ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നവർ ശരിയാണല്ലോ. കാരണം വസുപഞ്ചകത്തിൽ ഒരു ഇഞ്ചാവുണ്ട്, 5-ൽ ഒരു ഇഞ്ചാവുണ്ടെന്ന് ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കൂ. എന്നാൽ നീ ഇത് പഠിക്കാൻ ശ്രമിക്കുന്നില്ല. വസുപഞ്ചകത്തിൽ മരിച്ചാൽ 5 പേർ മരിക്കുമെന്ന് ഒരു ഗ്രന്ഥത്തിലും ഇല്ല. വസുപഞ്ചകത്തിലും ഈ ഇഞ്ച വന്നത് എങ്ങനെയാന്ന് വെച്ചാൽ വസുക്കൾ ദേവതകളായ അവിട്ട നക്ഷത്രം മുതൽ 5 നക്ഷത്രങ്ങൾ, അതാണ് വസുപഞ്ചകം. അവിട്ടം, ചതയം, പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി. മറ്റൊരാൾക്ക് ദോഷമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് പറഞ്ഞാൽ, ഞാനിത് എതിർത്ത് പറഞ്ഞാൽ എവന് വിവരമില്ല എന്ന് പറയും. ഇതൊരു അപകടമുണ്ട്. ഇപ്പൊ വരെ ഇത് ഓക്കെയാണ്, അടുത്ത തലമുറയിൽ ഇത് ഓക്കെ അല്ല. നമ്മളെല്ലാം വെരിഫൈ ചെയ്യും. ഇപ്പോഴത്തെ തലമുറ എവിടെ എന്ത് കേട്ടാലും അപ്പൊ ചാറ്റ് ജിപിടിയോട് ചോദിക്കും. അതെന്താ വെച്ചാൽ ഈ പറയുന്ന ആളുകളെ ഈ പ്രായമുള്ളവർ കേട്ട് കൈയടിക്കും. പുതിയ തലമുറ, നമ്മൾ അടുത്ത തലമുറയിലേക്ക് നമ്മുടെ വിശ്വാസങ്ങൾ കൈമാറണമല്ലോ. ഈ ഹിന്ദു സംഘടനകൾ എന്താ പറയുന്നത്, ഈ ഹിന്ദു ഇത് ഫോളോ ചെയ്യുന്നവർ എന്താ പറയുന്നത്, വരുന്ന പിള്ളേരും ഇതിൽ വരണമെന്നാണല്ലോ. നിങ്ങൾ അതാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരം ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ആളുകളെ നിലയ്ക്ക് നിർത്താൻ തയ്യാറാവണം. ഇപ്പം എന്നോട് ചോദിച്ച അനുപമ, ഒരാൾ പറയുന്നതിന് എൻ്റെ ഡിഫറെന്റ് എന്തും പറയാം. ഇപ്പൊ അഷ്ടമ വ്യാഴം എന്ന് പറഞ്ഞാൽ അതല്ല ഇതാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? കേൾക്കുന്ന കുറച്ച് പേര് പറയും അതായിരിക്കും ശരി, കേൾക്കുന്ന കുറച്ച് പേര് പറയും ഇതായിരിക്കും ശരി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊരു വലിയ അപകടമാണ്. ഇപ്പൊ ചോദിച്ച ചോദ്യം, ഓരോ ജ്യോതിഷികളും ഇപ്പൊ ഒരു കല്യാണത്തിന് പൊരുത്തം നോക്കാൻ പോകുന്നു, 10 ജ്യോത്സ്യന്മാരെ കാണിച്ച 20 അഭിപ്രായം വരുന്നു. കല്യാണം നടത്താൻ സമ്മതിക്കത്തില്ല. 10 പേര് നിങ്ങൾ വെറുതെ ഒരേ സാധനം കൊണ്ടുവന്ന് ഒരു 10 പേരെ കാണിക്കുക, അവർ 20 അഭിപ്രായം പറഞ്ഞിരിക്കും, ഒരു അഭിപ്രായം പറയത്തില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഇത് ആരോട് പറയും? ഇത് പറയുന്നവരെ ഉടനെ ഹിന്ദു വിരോധിയാണ്, ഹിന്ദു വിശ്വാസം ഇല്ലാത്തവരാണ്, ജ്യോതിഷ വിശ്വാസം ഇല്ലാത്ത ജ്യോതിഷിയാന്ന് പറഞ്ഞ് എന്നെ വിമർശിക്കാൻ. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ജോത്സ്യന് ഒരിക്കലും ഇങ്ങനെ പൂക്കളുള്ള ഷർട്ട് ഇട്ട് ഇങ്ങനെ ഹൈഫൈ ആയിട്ടൊന്നും നടക്കാൻ പാടില്ല. അതല്ല, പക്ഷെ ഞാൻ എന്റെ വസ്ത്രധാരണത്തിൽ വിശ്വസിച്ചാരും എന്നെ കാണാൻ വരണ്ട. എന്റെ നെറ്റിയിലെ 10 കുറി കണ്ട് വിശ്വസിച്ചാരും എൻ്റെ അടുത്ത് വരണ്ട. എന്റെ കഴുത്തിൽ കിടക്കുന്ന 10 സ്വർണ്ണമാലകൾ, വെള്ളി കെട്ടിയതും സ്വർണം കെട്ടിയതും, എന്താ രുദ്രാക്ഷവും മറ്റേ കരിങ്ങാലി മാലയും അത്തരത്തിലുള്ള കാര്യങ്ങളും കണ്ട് ആരും എൻ്റെ അടുത്ത് വരണ്ട. എൻ്റെ വിരലിൽ 10 നവരത്ന മോതിരം ഉണ്ട് എന്ന് കണ്ട് ആരും വരണ്ട. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എന്നെ വന്ന് കണ്ട് ബോധ്യപ്പെട്ടിട്ട് വിശ്വസിക്കുന്നെങ്കിൽ വന്നാൽ മതി. കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല ഈ ഓൺലൈൻ കൺസൾട്ടേഷൻ വരും. ഞാൻ പറയുന്നത് കേട്ടിട്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ചതിന് ശേഷം
എനിക്ക് പൈസ അയക്കൂ എന്ന് DP എഴുതി വെച്ചിട്ടുള്ള ഒരാളാണ്. എൻ്റെ ഒഫീഷ്യൽ നമ്പർ വേണം ഞാൻ പറഞ്ഞത്. ഇപ്പൊ കയറി DP നോക്കിയോ, അതിലെന്താ എഴുതി വെച്ചത് വേണം ഇപ്പൊ തന്നെ ഒന്ന് ചുമ്മാ സെർച്ച് ചെയ്തു കാണാൻ പറ്റുമല്ലോ. എനിക്കറിയാം, ഞാൻ നോക്കുന്നത്. അല്ല, ഈ നമ്പറല്ല മോളെ, എന്റെ ഓഫീസ് കൺസൾട്ടേഷൻ നമ്പർ ചുമ്മാ സെർച്ച് ചെയ്യും. ഒരു ലൈവില് 9446181210 എന്താണ് DP നോക്കൂ. ഇപ്പൊ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുമെന്ന് പറഞ്ഞിട്ടല്ല ഞാൻ വന്നത്, അറിഞ്ഞിട്ടല്ല ഞാൻ. 9446181210. ഇതെന്റെ ഓൺലൈൻ കൺസൾട്ടേഷൻ നമ്പറാണ്. വാട്സപ്പിൽ അടിച്ചു കൊടുത്താൽ കിട്ടുമല്ലോ. ആ നമ്പർ സേവ് ചെയ്യണ്ട. ഓ, എന്തിനു സേവ് ചെയ്യുന്നത്? വാട്സപ്പിൽ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെന്താ, 944 ഒന്ന് നോക്കി വന്നില്ലേ? DP നോക്കി എന്താ എഴുതിയിരിക്കുന്നത് വായിച്ചേ. ആദ്യം അക്കൗണ്ട് നമ്പർ ചോദിക്കേണ്ട, കാര്യങ്ങൾ പറഞ്ഞു തന്ന ശേഷം മാത്രം ദക്ഷിണ അയച്ചാൽ മതി. ഇതെന്റെ കോൺഫിഡൻസ് ആണ്. ഞാൻ പറയുമെന്നും ഞാൻ പറയുന്നതിൽ അവർക്ക് വിശ്വാസം ഉണ്ടാകുമെന്നും ഞാൻ പറയുന്നത് അവരെ സന്തോഷവാന്മാരും സന്തോഷവതികളുമാക്കും എന്നുള്ള എൻ്റെ കോൺഫിഡൻസ് ആണ്. അതെന്റെ കോൺഫിഡൻസ് ആണ്. ഇങ്ങനെ പറയുന്ന ആളാ. അപ്പൊ എനിക്ക് എന്തിനാ 10 കുറി, എനിക്ക് എന്തിനാണ് രുദ്രാക്ഷമാലകളും കരിങ്ങാലി മാലകളും, എനിക്ക് എന്തിനാണ് മറ്റേ പൂടൂലും ഇട്ട് ഇതിരിക്കേണ്ട ഒരു ആവശ്യമില്ല. വേണ്ടവർ വന്നാൽ മതി. അല്ലെ, കരിങ്ങാലിമാലയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇനി നമ്മൾ വീട്ടില് ഇന്നത് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ചക്രോ തകിടോ എന്തൊക്കെയോ അതിനെപ്പറ്റി പണ്ട് ഈ തകിടും കൂടും എഴുതി കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, സൈക്കോളജിക്കലി എഫക്റ്റ്. ഇതത് തന്നെ. അക്ഷയ തൃതീയക്ക് നിങ്ങളുടെ ചെറുതിലുണ്ടോ അക്ഷയ തൃതീയ? എത്ര വർഷമായിട്ടുണ്ടാവും വന്നിട്ടില്ല? നിങ്ങൾ മനസ്സിലാക്കി, ഇത് ഹിന്ദു ആചാരമാണ്. ഖുറാനില് ഒരു എന്തെങ്കിലും ഒരു ഒരു സാധനം സ്വർണ്ണ റൂഹ് എന്ന് പറഞ്ഞൊരു ദിവസം, ഞാൻ ചുമ്മാ പറയാൻ എനിക്കറിയില്ല, അത് റൂഹ് എന്ന് പറഞ്ഞാൽ ആത്മാവെന്ന. സ്വർണ്ണ റൂഹ് എന്ന് പറഞ്ഞൊരു ദിവസമുണ്ട്. അന്ന് നിങ്ങൾ പോയി വസ്ത്രം മേടിച്ചാൽ നിങ്ങൾക്ക് ഐശ്വര്യം കിട്ടുമെന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് നടക്കും? കാരണം അത് പറയാൻ പറ്റില്ല. ഇത് പറയാം, ആരും ചോദിക്കാനും ഇല്ല, പറയാനും ഇല്ല. അതേ ഉള്ളൂ. ആരോ ഒരാളുടെ മനസ്സിൽ ഉദിച്ച ഒരു മാർക്കറ്റിംഗ് ബുദ്ധി. ദാനം കൊടുക്കുന്ന അതായത് അക്ഷതൃതീയയില് ഈ നമ്മുടെ ഈ ജന്മിമാര് അടിയാന്മാർക്ക് കുടയും വടിയും ചെരുപ്പും ദാനം ചെയ്യും. അവർ ദാനം ചെയ്യുന്നത് എന്തിനാന്ന് അറിയോ? ഈ ദാനം ചെയ്യുന്ന ആൾക്ക് ഐശ്വര്യം കിട്ടും, അതിനാണ് അവർ കൊടുക്കുന്നത്. അതാണ് ഇപ്പൊ നടക്കുന്നത്. ഇത് കൊടുക്കുന്ന ആൾക്കാണ് കിട്ടുന്നത്. കറക്റ്റ് അല്ലേ? സ്വർണ്ണം കൊടുക്കുന്ന ആൾക്ക് കിട്ടും. ഇതിലൊരു അപകടം, ഇതൊന്നും അല്ല അപകടം. ഈ ചോദ്യങ്ങളെ അഡ്രസ് ചെയ്യാതെ പോകരുത്. ഈ നമ്മുടെ ആചാര്യന്മാർ, നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത്, ഭാരതത്തിൽ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ്. പല രാജ്യങ്ങൾക്കും അവകാശപ്പെടാൻ പറ്റാത്തതുപോലെ പണ്ഡിതന്മാർ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണിത്. ഈ രാജ്യത്ത് എപ്പോഴും പഠനങ്ങൾ നടത്തിക്കൊണ്ടുവന്ന രാജ്യമാണ്. ഈ ഹിന്ദു വിശ്വാസത്തിൽ അടക്കം. ഇതിനെ ഇനി പിന്നോട്ടടിക്കരുത്. അത് വളരെ തെറ്റാണ്. കാരണം വരുന്ന പിള്ളേര്, അവർ നേരത്തെ പറഞ്ഞ പോലെ AI-യിലും ChatGPT-യിലും ജീവിക്കുന്ന പിള്ളേര് ഇത് അടിച്ചു നോക്കുമ്പം ഇത് തെറ്റാന്ന് വന്നാൽ അത് പറയുന്ന ആചാര്യനെ അല്ല അവർ വിമർശിക്കുന്നത്, പകരം അവർ ആ സംസ്കാരത്തെ ആയിരിക്കും വിമർശിക്കുന്നത്. അന്നേരം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ മതം ഇതാണ്, എൻ്റെ അഭിപ്രായം ഇതാണ്. എനിക്ക് ഈ ഇനി ഞാൻ നമ്മളൊന്ന് എത്രയോ വർഷമായിട്ട് പരിചയമുണ്ട് കുഞ്ഞ്. നമ്മൾ പഴയ വേറൊരു ചാനലിൽ ഇന്റർവ്യൂ, അന്ന് മുതലൊരു അടുപ്പവും നമ്മൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നവരാ. നോക്കൂ, അന്ന് മുതൽ ഇന്ന് വരെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കിത് മാറ്റി പറയുന്നതാണ് എന്നെ സംബന്ധിച്ച് സേഫ്. എനിക്ക് ഈ ഹോമം ചെയ്യുന്നതാണ് എന്നെ സംബന്ധിച്ച് സേഫ്. ഹോമം ചെയ്യിപ്പിക്കുന്നതാണ്. കാരണം വലിയ പൈസ കിട്ടും, ഹ്യൂജ് എമൗണ്ട് കിട്ടും, വലിയ വരുമാനം കിട്ടും. ഇത് വേണ്ടാന്ന് വെച്ചാൽ, കാരണം എനിക്ക് വേറെ ലാഭത്തിനൊന്നുമല്ല ഞാനത് പറയുന്നത്. എൻ്റെ സംസ്കാരം നല്ലതുപോലെ പോകണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രം പറയുന്നതാണ്. മനസ്സിലായി? മറ്റുള്ളവർക്ക് അടിക്കാനുള്ള വടി നമ്മൾ വെട്ടിക്കൊടുക്കാതിരിക്കുക. ഒരു കുട്ടിയുടെ ജനനത്തെ പറ്റി പറയുമ്പോഴേക്കും ആളുകൾ അല്ലെങ്കിൽ ഇതിനെതിരായി സംസാരിക്കുന്നവർ പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾ സിസേറിയൻ ചെയ്ത് പുറത്തെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സമയത്തൊന്നും ജനിക്കില്ലല്ലോ, നമുക്ക് തീരുമാനിക്കാമെന്ന്. അത് എത്രത്തോളം ശരിയാണ്? ദൈവവിശ്വാസമാണല്ലോ എല്ലാവരും പറയുന്നത്. അപ്പൊ തിരിച്ചൊരു ചോദ്യം വരും, ദൈവം ഇങ്ങനെ സിസേറിയൻ ചെയ്ത് ഇറങ്ങിയാൽ മതി എന്ന് തീരുമാനിച്ചെങ്കിലോ എന്നൊരു മറുപടി വന്ന അങ്ങനെ മറുപടി ചോദ്യം തിരിച്ച്. ദൈവവിശ്വാസം ഉള്ള ഒരാളല്ലോ ഞാൻ. ദൈവം തീരുമാനിച്ചിരിക്കുന്നു നീ ഈ സമയത്ത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യണം. നമ്മൾ ദൈവവിശ്വാസികൾ ചിന്തിക്കുന്നതല്ല എല്ലാ ദൈവം എന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിലുള്ള മറുപടി അവിടെ തീർന്നു. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇല്ലല്ലോ. ഇപ്പോൾ ഈ ജ്യോതിഷൻ ടോപ്പിക്കിന്റെ പുറത്തുനിന്നുകൊണ്ട് ചോദിക്കുകയാണ്. കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുന്നേ നന്ദഗോവൻ ഭജൻസ് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യപ്പെട്ടു. അതായത് അവര് ക്രിസ്തീയ ഗാനം ആലപിച്ചു എന്നുള്ളത് കച്ചേരി പോലത്തെ തന്നെ ഒരു ഗാനമായിരുന്നു. അതുകൊണ്ട് നമുക്കൊന്നും പെട്ടെന്ന് കേട്ടപ്പോൾ അത് ഹിന്ദു ഗാനാണോ ക്രിസ്ത്യാനികളുടെ അങ്ങനത്തെ ഒരു ചിന്തയൊന്നും നമുക്ക് വന്നില്ല. പക്ഷെ ഒരുപാട് സംഘപരിവാറിന്റെ സൈഡിൽ നിന്നും എല്ലായിടത്തുനിന്നും ഭയങ്കരമായിട്ട് അറ്റാക്ക് ഉണ്ടായി. ചേട്ടന് ഇതിൽ എന്താണ് അഭിപ്രായം? എനിക്ക് സംഘപരിവാർ ഒഫീഷ്യലി അറ്റാക്ക് ഒന്നും ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചില ആളുകൾ
അത് ചെയ്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അമൃത TV അവിടുത്തെ കുട്ടിപ്പാട്ടുകാരുടെ അവരുടെ കൊച്ചു കുട്ടികൾ പാട്ടുന്ന ഒരു ഭജന ഉണ്ടാക്കി. ഓംകാരം എന്തോന്നാണ് അതിന്റെ പേര്. അതിന്റെ ആദ്യ ഷോയ്ക്ക് എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ആ കുട്ടികളോട് പറഞ്ഞത്, മക്കളെ, നിങ്ങൾ മറ്റ് മതവിശ്വാസികളിൽ നിന്നും ഒരു ആക്രമണം പ്രതീക്ഷിക്കുകയും ചെയ്യരുത്, പേടിക്കുകയും ചെയ്യരുത്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകൂ എന്ന്. അതായത് ഞാനിപ്പം അത് നന്ദഗോവിന്ദൻ ഭജൻസിനെ വിമർശിച്ചവരോട് ഞാൻ അവരെ എതിർക്കാനല്ല ഞാൻ പറയുന്നത്, അവരും കൂടെ കേട്ടിത് മനസ്സിലാക്കുന്നെങ്കിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് എവിടെയോ ആരുടെയോ ഒരാളുടെ ഒരു ബുദ്ധിയാണ് ഇവർക്കെതിരെയുള്ള ആക്രമണം, അല്ലെങ്കിൽ ആരുടെയോ ഒരാളുടെ ഒരു അസൂയയാണ് ഇവർക്കെതിരെയുള്ള ഒരു ആക്രമണം. അതായത് ഭജന എന്ന പേരിൽ ക്രിസ്തീയ പാട്ട് പാടുന്നത് ടെക്നിക്കലി ആചാരപരമായി അതിനൊരു പ്രശ്നമുണ്ട്. കാരണം ഭജ എന്ന ധാതു സംസ്കൃതത്തിലുള്ളതാണ്, അത് ഹൈന്ദവ ആരാധനയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, അങ്ങനെ ഒരു കാര്യം. പക്ഷെ നമ്മൾ അതിന് ഇപ്പുറത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മറ്റു മതവിശ്വാസികൾ പോലും ഇതിനെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈ ഭജനകളെ, ഈ ഭക്തിഗാനങ്ങളെ, ഈ കൃഷ്ണനെ ഭജിക്കുന്നതും ശിവനെ ഭജിക്കുന്നതും ഒക്കെ മറ്റ് മതവിശ്വാസത്തിലുള്ള ആളുകൾ പോലും ശ്രദ്ധിക്കാൻ തുടങ്ങി. അമ്പലത്തിലേക്ക് വെറുതെ പോലും മഴ പെയ്താൽ പോലും കയറി നിൽക്കാത്ത ഒരു കൂട്ടം ചെറുപ്പക്കാരും താഴോട്ടുള്ള പിള്ളേരും അമ്പലത്തിലേക്ക് ഇടിച്ചു കയറാൻ തുടങ്ങി. വലിയ ജനക്കൂട്ടം അമ്പലങ്ങളിലേക്ക് വന്നു. അവരുടെ മനസ്സിൽ സിനിമയുടെ നിന്റമ്മയുടെ ജിമിക്ക് കമ്മൽ നിന്റപ്പൻ കട്ടുകൊണ്ടുപോയി എന്ന കാലത്തിൽ നിന്ന് ഈ ഭജനയുടെ പാട്ടുകൾ അവർ മൂളിക്കൊണ്ട് നടക്കുന്ന ഒരു കാലത്തിലേക്ക് വന്നത് ഒരു നല്ല മാറ്റമാണ്. എനിക്ക് വളരെ ഒരു കൗതുകം തോന്നിയത്, എൻ്റെ ഒരു സുഹൃത്ത് കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ഒരാൾ എൻ്റെ നാട്ടിൽ ഈ നന്ദഗോവിന്ദൻ ഭജന്റെ ഒരു ഭജന നടന്നു. എൻ്റെ എൻ്റെ വീട്ടിലല്ല, കുറച്ച് ദൂരെ, ഒരു 10-16 കിലോമീറ്റർ അപ്പുറത്ത്. അപ്പോൾ അത് നടന്നതിൻ്റെ പിറ്റേ ദിവസം ഈ പുറത്തുള്ളവൻ എന്നെ വിളിക്കുന്നു. അവർ മറ്റൊരു സമുദായത്തിലെ ആളാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അണ്ണാ ഞങ്ങൾ വന്നു, പക്ഷെ ഇന്ന് തിരിച്ചു പോവാണ്. ഞാൻ പറഞ്ഞു, നേരത്തെ എന്താ പറയുന്നേ? ഇല്ല, മക്കൾക്കും ഭാര്യയ്ക്കും ഈ നന്ദഗോവിന്ദൻ ഭജന കാണണമെന്ന് പറഞ്ഞ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് നാട്ടിൽ വന്ന് അവർ വന്ന് ഇത് കേട്ട് കണ്ടിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചത് ഒരു മാറ്റമാണ്. ആ മാറ്റം കാണുമ്പോൾ അതിൽ അസൂയ പൂണ്ട ആരോ എവിടെ നിന്നോ പടച്ചു വെച്ചതിൽ ഇവരോട് പോയി പെട്ടുപോയതാണ്, ഈ വിമർശകർ പോയി പെട്ടുപോയതാണ്. ഇതിലൊരു കാര്യം, ഇനി അവർ ഭജന, ഞാൻ പറഞ്ഞല്ലോ ടെക്നിക്കലി ഭജന, ഭജ് എന്ന വാക്ക് ഹൈന്ദവവുമായി ബന്ധപ്പെട്ടതാണ്. അത് ഹിന്ദു ആരാധനയാണ്, പ്രാർത്ഥനകളാണ്. ശരി, സമ്മതിച്ചു. ശരി, ഇവർ ഇത്രയും വലിയൊരു ക്രൗഡ് പുള്ളിങ്, അമ്പലങ്ങളിലേക്ക് കടന്നു വരാത്ത പിള്ളേരെ, കടന്നു വരാത്ത ജെൻസികളെ അമ്പലത്തിലേക്ക് കൊണ്ടുവന്ന ഒരു പോസിറ്റീവ് കാര്യം ഇവരുടെ കയ്യിലുണ്ട്. എന്താണ്? അഥവാ അവരൊരു തെറ്റ് അങ്ങനെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിൽ ഒരു ഫോൺ എടുത്ത് വിളിച്ചിട്ട്, മോനെ, പിന്നെ ഒരു കാര്യം പറയാം, ഇനി ഇത് ചെയ്യരുത്, ഭജന എന്ന പേരിൽ ചെയ്യരുത്, ഭക്തിഗാനമേള എന്ന പേരിൽ നിങ്ങൾ ചെയ്തോളൂ. ഭജന എന്ന പേരിൽ ചെയ്യുന്നത് അവരെ ഉപദേശിച്ചുകൂടി. അവരെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് ഇട്ട് അവരെ വലിച്ചു കീറാൻ, കുറെ ആളുകൾക്ക് തെറി വെളുപ്പിക്കാൻ ഇട്ടുകൊടുത്തവർ ഹിന്ദു വിശ്വാസത്തെ, ഹിന്ദു സംസ്കാരം ഉയർത്തിപ്പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണോ അല്ലയോ? എന്റെ ചോദ്യം സിമ്പിൾ ചോദ്യമാണ്. ആഗ്രഹിക്കുന്നത് എന്താണ്? ഇവർ ഫോൺ ചെയ്ത് വിളിച്ചാൽ പിന്നെ അവർ ആവർത്തിച്ചാൽ ഇപ്പോൾ അവരൊത്തിരി നല്ല കാര്യം ചെയ്താണല്ലോ. അല്ല, സനാതനം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരും വെൽക്കം ചെയ്യും. അവർ വെൽക്കം ചെയ്ത് കൊണ്ടുവന്നവരാണെന്നേ. ഇത് ഇവിടെ അല്ല, ഞാൻ പല കാര്യങ്ങൾ ഇനി പറഞ്ഞുതരാം. ഇത് ഒരു മനസ്സിൽ വെച്ചോളൂ. ഇങ്ങനെ ചെയ്തു, അവരെ പബ്ലിക്കിൽ ഇട്ട് അവരെ ആക്രമിച്ചു, അത് ചെയ്തു. അവർ നല്ല രീതിയിൽ ഒരു ഹിന്ദു ഗ്രൂപ്പ് പിള്ളേർ അങ്ങനെ ചിന്തിച്ചാൽ അവർ നല്ല രസമായിട്ട് ഇതിനെ കൊണ്ടുവന്ന് അവർ ഫിനാൻഷ്യലി സ്റ്റേബിളായി. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പ്രശാന്ത് വർമ്മ എന്ന് പറഞ്ഞൊരു ചേട്ടൻ, അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭജനകളുടെ ഒരു പണ്ട്, ഇനി ഒരു രസകരമായ കാര്യം എൻ്റെ ഇടയ്ക്ക് പറയാം. ഇവരൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഈ ഭജന പാടുമായിരുന്നു. ഡൽഹിയിൽ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോൻ്റെ വീട്ടിൽ ഞാൻ ഇടയ്ക്ക് പോയി കുറേ കാലം നിന്നായിരുന്നു. അന്ന് ഡൽഹിയിൽ ഈ ഭജന സമിതി ഉണ്ടായിരുന്നു. ഈ വീടുകളിൽ പോയി ഭജനകൾ ഞങ്ങൾ പാടുമായിരുന്നു. ഞാനാണ് ആദ്യത്തെ ശ്ലോകം അന്ന് ചൊല്ലുന്നത്. ഡൽഹിയിലെ കാര്യം പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഭജന ശ്രദ്ധിക്കും. അന്ന് മുതലേ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഭജന പാടിയിട്ടുള്ള ആളായതുകൊണ്ട്. മാനസ ജപലഹരി എന്ന് പറഞ്ഞിട്ട് പ്രശാന്ത് വർമ്മ എന്ന് പറഞ്ഞൊരു ചേട്ടൻ മനോഹരമായി ഭജന പാടുന്ന ആളാണ്. അദ്ദേഹം ഇതുപോലെ ക്രൗഡ് പുള്ളിങ് ആയിരുന്നു, ആളുകൾ വരുമായിരുന്നു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, തെറ്റാണെങ്കിൽ അദ്ദേഹം എന്നോട് ക്ഷമിക്കണം. അദ്ദേഹം ഇന്ന് ഫിനാൻഷ്യലി അത്ര നല്ലൊരു കണ്ടീഷനിലല്ല. ഏത് ഹിന്ദുവാണ്, ഏത് തീവ്ര ഹിന്ദുവാണ് അദ്ദേഹത്തെ ഒന്ന് സഹായിക്കാമെന്ന് പറഞ്ഞ് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്? ഇനിയും ഞാൻ ഇപ്പോഴും പറയാം, അദ്ദേഹത്തോട് ആദ്യമേ മാപ്പ് ചോദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻ ഞാൻ പറയുന്നത് പോലെ അല്ലെങ്കിൽ എന്നോട് അദ്ദേഹം ക്ഷമിക്കണം. പക്ഷെ എൻ്റെ അറിവ്, ഞാൻ അറിഞ്ഞ കാര്യം, അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻ മോശമാണ്. അപ്പൊ നോക്കൂ, അങ്ങനെ ഒരാൾ നിന്നിട്ട് അദ്ദേഹം ഫിനാൻഷ്യൽ കണ്ടീഷൻ മോശമായെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങാത്തവർക്ക് എന്ത് ധാർമ്മികതയാണ് ഈ പിള്ളേരെ വിമർശിക്കാനുള്ളത്? ഇതിവിടെ അല്ല. ഇതിനു മുമ്പ് ഒരു കാര്യം പറയും. ഞാനിത് പറയുമ്പോൾ കേൾക്കുന്നത്, മര്യാദയ്ക്ക് കേൾക്കുന്ന ഹിന്ദുക്കളാണെങ്കിൽ മനസ്സിലാവും. വ്യാസൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. മനോഹരമായി പ്രസംഗിക്കുന്ന ഒരാൾ,
മനോഹരമായി പ്രസന്റ് ചെയ്യുന്നത്. റീൽസ് ഒക്കെ ഭയങ്കര hit ആയി. അയാളെ പല ചാനലുകളും വിളിച്ചിട്ട് ഇന്റർവ്യൂ ചെയ്യിച്ചു. അതെ, മറ്റു മതവിശ്വാസികളും അയാളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അയാൾക്കെതിരെ ഒരു ആക്രമണം, അയാൾക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞ ഏതോ ഒരു വാക്കിൽ പിടിച്ചിട്ട് ആ പയ്യനെ വെറുതെ അറ്റാക്ക് ചെയ്തു. വെറുതെ ഒരു കാര്യമില്ലാതെ അയാളെ അറ്റാക്ക് ചെയ്തു. എന്തിനു അറ്റാക്ക് ചെയ്തു? എടാ, അയാൾക്കിന്റെ ഒരു വാക്കിൽ തെറ്റ് പറ്റിയാൽ എന്ത് വേണം? ഒന്ന് ഫോൺ ചെയ്തിട്ട് മോനെ ഇത് നീ ചെയ്യുന്ന ഒരു ചെറിയ മോനെ അങ്ങനെ പറയരുത്, ഇനി അത് തിരുത്തണം എന്ന് പറഞ്ഞാൽ തിരുത്തിയില്ലെങ്കിലാണ് അറ്റാക്ക് ചെയ്യേണ്ടത്. ആണോ അല്ലയോ? നമ്മൾ എത്ര വർഷമായിട്ട് പരിചയമുണ്ട്? ഹിന്ദു വിശ്വാസങ്ങൾക്കെതിരെ, ഹിന്ദു ആരാധനകൾക്കെതിരെ, ജ്യോതിഷത്തിനെതിരെ ഒരു വാക്കും പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് മുഴുവൻ അനാചാരങ്ങൾക്കെതിരെ, ജ്യോതിഷത്തെ നിങ്ങൾ തട്ടിച്ച് പണം ഉണ്ടാക്കാനുള്ള പരിപാടികൾക്ക് ഉപയോഗിക്കരുത് എന്ന് നമ്മുടെ കുഞ്ഞു മക്കൾ പോലും ഈ നമ്മുടെ വിശ്വാസങ്ങളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ അവർക്കൂടെ കൺവിൻസിംഗ് ആയ രീതിയിൽ ഇതിനെ അവതരിപ്പിക്കണം. എന്ന് വെച്ചാൽ ഇതിനെതിരല്ല പറയുന്നത്, ഇതിന്റെ നല്ല വശങ്ങളെ വേണം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത്. എന്നെ ഇതേ ഏതോ ഒരു സ്ഥലത്തുരുന്നൊരു ഗൂഢ ആള് നേരെ എനിക്കെതിരെ ജ്യോതിഷ വിശ്വാസം ഇല്ലാത്ത ജ്യോതിഷി എന്നൊരു ടാഗ് ലൈൻ അടിച്ചിറക്കി വിമർശിച്ചു. എനിക്കിത് ബാധിക്കുന്നല്ല, അകത്ത് തന്നെയാണോ പ്രശ്നം? അകത്താണ് പ്രശ്നം. ഇത് ഇനിയെങ്കിലും ഹിന്ദു വിശ്വാസികൾ നിങ്ങൾ വളരെ കീനായിട്ട് ഇത് വായിച്ചു. ഞാൻ പറയുന്നു, ഇപ്പം ആ പിള്ളേർ ഭജൻ എന്നുള്ള പേരിൽ ക്രിസ്തീയ ഭക്തി കാണാൻ പാടിയെങ്കിൽ ഭജൻ എന്ന് പറഞ്ഞാൽ കറക്റ്റാണ് ആചാരപരമായി. പക്ഷെ അവരെ ഒന്ന് ഫോൺ ചെയ്താൽ പോരെ? എടാ, അവരെ ഒന്ന് വിളിച്ചു. കാരണം ഇത്രയും ക്രൗഡ് പുള്ളിങ്, ഇത്രയും ആളുകൾ, മറ്റു മതവിശ്വാസികൾ പോലും. ഇനി ഞാൻ ചോദിക്കട്ടെ, ഒരു ഇസ്ലാം മതത്തിലൊരു ആളിങ്ങനെ പാട്ട് പാടാൻ, അല്ലെ വേറൊരു സാധനം ചെയ്ത്, അല്ലെ ക്രിസ്തു മതത്തിലൊരാള് മറ്റു മതവിശ്വാസികളോട് അവരെ അട്രാക്ട് ചെയ്തു എന്ന് തോന്നിയാൽ നിങ്ങൾ എഴുതി വെച്ചോ, അവിടുത്തെ ആചാര്യന്മാർ, ആ മതത്തെ സ്നേഹിക്കുന്നവർ, അവിടുത്തെ പണ്ഡിതർ ഇവരെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്നത് നിങ്ങൾ മാക്സിമം ചെയ്യാൻ പറയും. ഒരു ഉദാഹരണം പറഞ്ഞത്, സിമ്പിൾ ഉദാഹരണം. ഒരു എന്റെ ഫ്രണ്ട് ഒരു ഇസ്ലാം മത വിശ്വാസി ഉണ്ടെന്ന് വെച്ചു. അവനോട് ഞാൻ ചോദിക്കുകയാണ്, അടയാ എടാ ഖുറാനിലെ ഈ ആയത്ത് എന്താടാ, എന്തോ അതില് പറയുന്നതെന്ന് പറയുമ്പോൾ അവനത് നമുക്ക് പറഞ്ഞു തരും, കാരണം അവനതറിയാം. അതിന്റെ കൂടെ പിറ്റേ ദിവസം അവനൊരു ഖുറാന്റെ മലയാള പരിഭാഷ കൊണ്ട് എനിക്ക് തരും. നീ ഇത് വായിക്കും, വീട്ടിലിരുന്നാ വായിച്ചോ എന്ന് പറഞ്ഞു തരും. ഉറപ്പായിട്ട് തരും. നിങ്ങൾ വേണം ചോദിച്ചു. ഒരു ബൈബിൾ എന്തെങ്കിലും സംശയമുണ്ട് നമ്മളൊരു ക്രിസ്തു മത വിശ്വാസിയായ സുഹൃത്തിനോട് ചോദിച്ചാൽ അവനത് പറഞ്ഞു തരും, കാരണം അവനത് അറിയാം. എന്നിട്ട് ഇവൻ പിറ്റേ ദിവസം ഒരു ബൈബിൾ മേടിച്ച് നമുക്ക് കൊണ്ടുതരും. ഒരു ഹിന്ദു വിശ്വാസിയെ ഇപ്പൊ എന്നോടാണേലും ഈ ഖുറാനിൽ ഒരെണ്ണം കിട്ടാൻ വല്ല മാർഗവും, സോറി ഭഗവത്ഗീത കിട്ടാൻ വല്ല മാർഗമുണ്ട്, നീ പോലെ നീ ഷെയർ ഇട്ട് വല്ല കള്ളു കുടിക്കാൻ വരുന്നെങ്കിൽ ഭഗവത്ഗീത എന്നല്ലാതെ നമ്മൾ മേടിച്ചു കൊടുക്കൂ. നമ്മൾ നമ്മുടെ ആചാരത്തെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. എടാ, കുറെ പിള്ളേര് വന്നിട്ട് ഇനി ഏറ്റവും രസം പറയും, ഞാൻ പണ്ട് സോഹാറിലൊരു പരിപാടിക്ക് പോയി, ആധ്യാത്മിക സമിതിയുടെ ഒരു പരിപാടിക്ക്. എന്റെ പ്രഭാഷണം കഴിഞ്ഞിട്ട് ഇതേ ടീമിന്റെ ഭജനയാണ് അവിടെ. അന്ന് ഇവർ ഇത്ര ഫേമസ് അല്ല, ഇവർ ദുബൈയിൽ നിന്ന് വന്ന് അവതരിപ്പിക്കുന്നു. ഇവർ എന്റെ കൂടെ സെൽഫി ഒക്കെ എടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഇന്ന് നമുക്ക് അവരെ ഒന്നും കാണാൻ കിട്ടുന്നില്ല. എനിക്കൊരു സെൽഫി എടുക്കാൻ അവരെ കിട്ടുന്നില്ല. ഞാനൊരു ഇന്റർവ്യൂവിന് വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവരത്രയും വളരുമ്പോ അവരുടെ ഭാഗത്ത് ലോകത്തെല്ലാവരും, ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞതിൽ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടാവും. നിങ്ങളെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചിട്ട് ചേട്ടാ നിങ്ങൾ പറഞ്ഞ മിസ്റ്റേക്ക്, സ്നേഹിക്കുന്നവരങ്ങനല്ലേ? എടാ, നല്ലത് പറയുന്ന ഒരുത്തനെ, നമ്മുടെ സംസ്കാരം നല്ലതാകണമെന്ന് ചിന്തിക്കുന്ന, നമ്മുടെ ആചാരങ്ങൾ നല്ലതുപോലെ പാലിക്കണമെന്ന് ചിന്തിക്കുന്ന, നമ്മുടെ സംസ്കാരത്തിലേക്ക് കുട്ടികൾ കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഇത്രയും പേരെ കൊണ്ടുവരാൻ ഒരു എഫേർട്ട് എടുക്കുന്ന ടീമിന്റെ ഭാഗത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായാൽ ഒരു ഫോൺ ചെയ്തിട്ട് മോനെ ഇനി ഇത് നീ ആവർത്തിക്കരുത്, ഭജൻ എന്ന് പറയുന്നത് ഹൈന്ദവ ആരാധനയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, നീ ഇനി ഇത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാതെ അവനെ പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് ഇട്ട്, പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് അവനെ ആക്രമിക്കാൻ ഇട്ടുകൊടുക്കുന്നവർ ഹിന്ദു സ്നേഹികളാണോ, ഹിന്ദുമതം നല്ലപോലെ സംസ്കാരം നല്ലോണം പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ, നമ്മുടെ ആചാരങ്ങൾ നല്ലോണം ആഗ്രഹിക്കുന്നവരാണോ അല്ലയോ എന്നുള്ള ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഇത് പൊതുസമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നു. നിങ്ങൾ വേണേ തെറി വിളിക്കാം, വേണേ കേൾക്കാം, കേട്ടിട്ട് കമന്റ് ഇടുക, എന്താ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ കേൾക്കാം. മന്തി തിന്നണ കൃഷ്ണൻ വിവാദമായല്ലോ. അപ്പോൾ രണ്ട് കൂട്ടർ നമ്മുടെ ഈ ഹിന്ദു സമൂഹത്തെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ അകത്ത് തന്നെ രണ്ട് വിഭാഗം ഉണ്ടായിരുന്നു. ഒരു വിഭാഗം പറഞ്ഞു കൃഷ്ണൻ പ്യൂർ വെജ് ആണെന്നുള്ളത്. എന്നാൽ നമ്മുടെ ചണ്ടാള ബാബയെ പോലുള്ള ആൾക്കാർ പറയുന്നു കൃഷ്ണൻ ദ്രാവിഡനാണ്, എന്തുകൊണ്ട് നോൺ വെജ് കഴിച്ചുകൂടാ. ശരിക്കും കൃഷ്ണൻ ആരാ? അല്ല, ഞാൻ പറയുന്നത് ഇപ്പം ആര് എന്തു എന്നുള്ളതല്ല. ചണ്ടാള ബാബ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് അതേപറ്റിയുള്ള ബോധ്യം കൊണ്ടാണ്, അഭിപ്രായം കൊണ്ടാണ്. പക്ഷെ നമ്മൾ കുറച്ചു പേരെങ്കിലും വിശ്വസിക്കുന്ന ഒരു ആരാധനാമൂർത്തി, എങ്ങനെ വിശ്വസിക്കുന്ന എന്ത് വിശ്വസിക്കുന്നതല്ല, അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ അതൊരു പരസ്യമായി അവതരിപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം തന്നെ എനിക്കുള്ളത്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ഫോണിൽ എൻ്റെ വേറെ ഫോണിൽ ഞാൻ മെസ്സേജ് കാണിക്കാം. ഒരു പിള്ളേർ ഒരു അമ്പലത്തിൽ അവിടുത്തെ ദേവിയുടെ ഒരു രൂപം വരച്ചിട്ട് കൊടുത്തിട്ട് അത് അവിടെ എന്തോ പ്രദർശിപ്പിക്കണം, ഹോളിൽ എന്തോ വെക്കണം എന്ന് പറഞ്ഞപ്പം അമ്പല കമ്മിറ്റിക്കാർ പറഞ്ഞു അത് പറ്റില്ല, ഇവിടുത്തെ ദേവിയുടെ രൂപം ഇതല്ല, നിങ്ങൾ തെറ്റായിട്ടാണ് ഈ ദേവിയുടെ രൂപം വരച്ചിരിക്കുന്നത്, വേറൊരു ഭാവത്തിലാണ് ദേവി, അതിനെ ഇവിടെ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് ചേട്ടാ, എന്ത് ചേട്ടൻ ഒരു വോയിസ് തരണം, ഞങ്ങൾക്ക് അവരെ കേൾപ്പിക്കാനാണ്, നമുക്ക് ഏത് രൂപത്തിലും ദേവിയെ പ്രാർത്ഥിക്കാനുള്ളൊരു ശക്തിയില്ല. ഞാൻ അവരെ വിളിച്ചു, പക്ഷെ അവരെ എടുത്തില്ല. അപ്പം ഞാനത് പറയുന്നത് വെച്ചാൽ
ഇപ്പം അവിടുത്തെ ഒരു ഭാരവാഹികൾക്ക്, അവിടുത്തെ തന്ത്രിക്ക്, അവിടുത്തെ ആചാര്യന്മാർക്ക് ദേവിയെ കാണേണ്ട ഭാവം ഇതാണെങ്കിൽ നമ്മൾ എന്തിനാണ് തിരുത്താൻ പോകുന്നത്? ഇപ്പൊ എൻ്റെ അച്ഛനെ എനിക്ക് ഇങ്ങനെയാണ് എൻ്റെ അച്ഛനെ കാണേണ്ടതെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ മുമ്പിലേക്ക് ഒരാൾ എൻ്റെ അച്ഛൻ ബ്രേക്ക് ഡാൻസ് ചെയ്യുന്ന പടം കൊണ്ടുവന്ന് വരച്ചുകൊണ്ട് വന്നാൽ ഞാനത് എൻ്റെ വീട്ടിൽ പ്രദർശിപ്പിക്കത്തില്ല. ഞാൻ അവരോട് പറയാൻ വെച്ച മറുപടി ആട്ടോ, അവരെടുത്തില്ല. അത് നമ്മളത് തെറ്റായിട്ട് എടുക്കണ്ട. നമ്മുടെ വിശ്വാസമാണ് അതിൽ പ്രാധാന്യം. നിങ്ങൾക്ക് കൃഷ്ണനെ വിശ്വസിക്കുന്ന ഒത്തിരി ആളുകൾ കൃഷ്ണൻ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നു, ചിക്കൻ കഴിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ അവർക്ക് വിഷമം ഉണ്ടാക്കിയിരിക്കാം. പിന്നെ ഇപ്പുറത്ത് ദ്രാവിഡനാണ് അത് കഴിക്കും, അല്ലെങ്കിൽ ക്ഷത്രിയനാണ് അത് കഴിക്കുന്നതിന് എന്താ, അവർ ബ്രാഹ്മിൺസ് അല്ല എന്ന് വേറൊരു വിശ്വാസവും പറയാം. വേണ്ടതേ, നമ്മളിപ്പോ ഞാൻ പറയട്ടെ, ഉടുപ്പൂരി അമ്പലത്തിൽ കയറുന്നത് അനാചാരമാണ് എന്ന് വിശ്വസിക്കുന്ന ഒത്തിരി ആളുകളിൽ ഒരാളാണ് ഞാൻ. ഞാൻ ഉടുപ്പൂരി കയറുന്നതിനോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഉടുപ്പൂരി കയറുന്ന അമ്പലത്തിൽ ഞാൻ പോയിട്ട് നേരിയത് വിട്ട് കയറും. കാരണം അവിടുത്തെ ആചാരം അതാണെങ്കിൽ അത് പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പാലിക്കുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് കയറിയാൽ മതി. അവിടെ പോയി ഞാൻ തർക്കിക്കാൻ നിൽക്കണ്ട, എനിക്ക് ഉടുപ്പ് പോരാൻ പറ്റത്തില്ല എന്ന് പറയേണ്ട. വേണ്ട, അവിടുത്തെ ഒരു ആചാരം. ഒരുപാട് വിശ്വാസികൾ കൃഷ്ണനെ ഞാൻ ചോദിക്കട്ടെ, കൃഷ്ണനെ കാമുകനായിട്ട് കാണുന്നവരില്ലേ? ഇന്നും കൃഷ്ണനെ പ്രണയിക്കുന്ന ആളുകളില്ലേ? കൃഷ്ണനെ മോനായിട്ട് കാണുന്ന എത്രയോ അമ്മമാരെ എനിക്കറിയാം. കൃഷ്ണനെ സഹോദരനായി കാണുന്നവരുണ്ട്, അച്ഛനായി കാണുന്നവരുണ്ട്, ഏത് ഭാവത്തിലും ആരാധിക്കുന്നവരുണ്ട്. അങ്ങനെ ആരാധിക്കുന്നവരുടെ ഒരു മനസ്സിന് വേദന ഉണ്ടാകാതിരിക്കാൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഏത് മതവിശ്വാസത്തിൽ ചെയ്താലും എന്തിനാണ്? കുറെ പേരുടെ വിശ്വാസം അതാണെങ്കിൽ നമ്മൾ എന്തിനാണ് വെറുതെ അതിനെ വ്രണപ്പെടുത്താൻ പോകുന്നത്? അത് വിട്ടുകളഞ്ഞേ. ഭജൻസ് ഒക്കെ പാടുന്ന ആളാന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരെണ്ണം പാടിത്തരോ? ഞാനും പറഞ്ഞില്ലേ, ഡൽഹിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ വൃശ്ചിക മാസത്തില് ഓരോ വീടുകളിൽ പോയിട്ട് ഞങ്ങൾ ഭജന പാടുമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. ഏകദേശം 20 വർഷത്തോളമൊക്കെ ആയ കഥയാണ്. ഇപ്പോഴാണല്ലോ ഈ ഭജന ഇത്രയും ട്രെൻഡി ആയത്. എനിക്ക് ഒരു ഭജനയായിട്ട് സ്റ്റേജിൽ പാടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് ശിവതാണ്ഡവം. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഒന്ന് പാടാം. ഞാൻ ലിറിക്സ് എല്ലാം അറിയാം, പക്ഷെ എനിക്കൊന്നും ചിലപ്പോൾ ഞാൻ നോക്കും, ക്ഷമിക്കണം. ജടാടബീഗല ജലപ്രവാഹ പാവിതസ്ഥലേഖലേ വലംബ്യലംബിത ഭുജംഗ തുംഗമാലികം ഡമഡമഡമഡമന്നിനാദമഡമർവയം ചകാരചണ്ഡ താണ്ഡവം തനോദുന ശിവ ശിവം ജടാഗടാഹ സംഭ്രമ ഭ്രമന്നിലിംബ നിർജരി വിലോല വീജി വല്ലരി വിരാജമാനമൂർധരി ദഗദ്ദഗദ്ദഗജ്ജലല്ലലാട പട്ട പാവകെ കിശോര ചന്ദ്രശേഖരി ഹൃദി പ്രദക്ഷിണം മമ 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 ധരാധരേന്ദ്ര നന്ദിനി വിലാസ ബന്ധു ബന്ധുര സ്ഫുരദ്ദിഗന്ധ സന്തതി പ്രമോദമാന മാനസെ കൃപാകടാക്ഷ ധോരിണി നിരുദ്ധ ദുർധരാപതി കുജിദ്ദിഗംബരേ മനു വിനോദമേതുമർദുനീ ജടാഭുജംഗ പിംഗള സ്ഫുരദ്ഭണാമണി പ്രഭ കദംബ കുങ്കുമദ്രവ പ്രലിബ്ധ ദിക്തധൂമുഖെ മദാന്ത സിന്ദുര സ്ഫുരദ്വഗുത്തരീയമേതുരെ മനോവിനോദമദ്ഭുതം ബിഭർത്തു ഭൂതഭർത്തരി. ബാക്കി ഇനി സ്റ്റേജിൽ പെർഫോം ചെയ്യാം. സാധകത്തിന്റെ കുറച്ച് കുറവുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. വലിയ വിഷയമൊന്നുമില്ല. അടിപൊളിയായിരിക്കും.